നമസ്കാരം. നമ്മള് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ചാപ്റ്ററും അതേപോലെ ഫസ്റ്റ് ഇയറിൽ തന്നെ വേറൊരു ചാപ്റ്റർ ആയിട്ടുള്ള എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യം ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ പറ്റി അതിലുള്ള കണ്ടന്റുകൾ, അതിൽ പറയാൻ വേണ്ടി എടുത്തു പറയാനുള്ള ടോപ്പിക്കുകൾ ഇതെല്ലാം നമുക്ക് ആദ്യം നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളതെന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ. ആ ചാപ്റ്ററിൽ തന്നെ രണ്ട് പോർഷൻ ആണുള്ളത്, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സും പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ടോപ്പിക്ക്. അപ്പൊ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്ന പോർഷനിൽ ആദ്യമായിട്ട് എലമെന്റുകളെ പറ്റി പഠനം നടത്താൻ വേണ്ടിയിട്ട് ക്ലാസിഫൈ ചെയ്ത മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലവോയിസിയർ ആണ്. ലവോയിസിയർ, ആന്റോയിനി ലവോയിസിയർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ആദ്യമായിട്ട് എലമെന്റുകളെ ക്ലാസിഫൈ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ 30 എലമെന്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്നുണ്ടായിരുന്ന 30 എലമെന്റുകളെ അദ്ദേഹം മെറ്റലുകളെന്നും നോൺ മെറ്റലുകളെന്നും പറഞ്ഞിട്ടാണ് അന്ന് ക്ലാസിഫൈ ചെയ്തത്. പക്ഷേ അദ്ദേഹത്തിന്റെ ക്ലാസിഫിക്കേഷൻ ഒരു കുഴപ്പമുണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയാം എന്താണ്, മെറ്റലോയിഡുകൾ എന്ന് പറയുന്ന വിഭാഗത്തിനെ മെറ്റൽസിലും നോൺ മെറ്റൽസിലും ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല. മെറ്റലോയിഡുകൾ എന്ന് പറയുന്നത് മെറ്റലുകളുടെയും നോൺ മെറ്റലുകളുടെയും പ്രോപ്പർട്ടി കാണിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്, മെറ്റലോയിഡുകൾ എന്ന് വിളിച്ചത്. ഇനി അപ്പോൾ ലാവോയിസിയറിന്റെ മറ്റൊരു പ്രത്യേകതയും കൂടി ഓർത്തോളുക. ലാവോയിസിയർ എന്ന് പറയുന്നതാണ് ഫാദർ ഓഫ് കെമിസ്ട്രി എന്നറിയപ്പെടുന്നത്. ഫാദർ ഓഫ് കെമിസ്ട്രി എന്നറിയപ്പെടുന്നത് ആന്റോയിനി ലാവോയിസിയർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. അപ്പോ മെറ്റലുകളുടെയും നോൺ മെറ്റലുകളുടെയും പ്രോപ്പർട്ടി കാണിക്കുന്ന മെറ്റലോയിഡുകളെ ഒരു പീരിയോഡിക് ടേബിളിന്റെ ഒരു ഭാഗത്തും ഉൾപ്പെടുത്താൻ കഴിയും. പീരിയോഡിക് ടേബിൾ ഇല്ല, അന്ന് ക്ലാസിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. പീരിയോഡിക് ടേബിൾ ഒക്കെ പിന്നീടാണ് വരുന്നത്. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഒക്കെ പിന്നീടാണ് വരുന്നത്. രണ്ടാമത് വന്ന സയന്റിസ്റ്റ് ആണ് ഡോബറൈനർ. ഡോബറൈനർ എന്നുള്ള എലമെന്റുകളെ ക്ലാസിഫൈ ചെയ്തത് 3 വിധമുള്ള ഗ്രൂപ്പുകളായിട്ടാണ്. 3 വിധമുള്ള ഗ്രൂപ്പുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 എലമെന്റുകൾ വീതമുള്ള ഗ്രൂപ്പുകളായിട്ടാണ് തിരിച്ചത്. 3 എലമെന്റുകൾ വീതമുള്ള ഗ്രൂപ്പുകളായിട്ടാണ് അദ്ദേഹം അന്ന് ക്ലാസിഫിക്കേഷൻ നടത്തിയത്. ഓരോ ഗ്രൂപ്പിൽ 3 എലമെന്റുകൾ ഉണ്ടാവും. ഈ ഓരോ ഗ്രൂപ്പിനെയും അദ്ദേഹം വിളിച്ച പേരാണ് ട്രയാഡ്. അദ്ദേഹം വിളിച്ച പേരെന്താണ്, ട്രയാഡ് എന്നാണ് വിളിക്കുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ഇത് ഒരു ട്രയാഡിന് എക്സാമ്പിൾ ആണ്. ലിഥിയത്തിന്റെ അറ്റോമിക് മാസ് 7, സോഡിയത്തിന്റെ അറ്റോമിക് മാസ് 23, പൊട്ടാസ്യത്തിന്റെ അറ്റോമിക് മാസ് 39. എന്നിട്ട് അദ്ദേഹം ഒരു നിയമം കൊണ്ടുവന്നു. ഇതൊരു ട്രയാഡിന് എക്സാമ്പിൾ ആണ്. 3 എലമെന്റുകൾ വീതമുള്ള ഗ്രൂപ്പുകളായി തിരിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ല. അതിലൊരു ട്രയാഡിന് എക്സാമ്പിൾ ആണ്. അദ്ദേഹം ഒരു നിയമം കൊണ്ടുവന്നു, ലാ ഓഫ് ട്രയാഡ്, ത്രയക നിയമം എന്ന് പറയും. എന്താണ് ലാ ഓഫ് ട്രയാഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തെയും മൂന്നാമത്തെയും എലമെന്റിന്റെ അറ്റോമിക് മാസിന്റെ ആവറേജ് ആയിരിക്കും മിഡിൽ എലമെന്റിന്റെ അറ്റോമിക് മാസ്. അതായത് ആദ്യത്തെ എലമെന്റ് അറ്റോമിക് മാസ് 7, മൂന്നാമത്തെ എലമെന്റ് അറ്റോമിക് മാസ് 39. അതിന്റെ ആവറേജ് എന്ന് പറയുമ്പോൾ പ്ലസ് ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 46/2, ദാറ്റ് ഈസ് ഈക്വൽ ടു 23. അതെന്ന് പറയുന്നത് ആരുടെ അറ്റോമിക് മാസ് ആയിരിക്കും? ഇവിടെ സോഡിയത്തിന്റെ അറ്റോമിക് മാസ് ആയിരിക്കും. അപ്പോൾ ഓർത്തോളുക, law of triads states that the average of the atomic masses of first and third element will be the atomic mass of the middle element എന്ന് പറയുന്ന റൂൾ ആണ് എന്ന് പറയുന്നത് law of triads എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് വന്ന സയന്റിസ്റ്റ് ആണ് ആരെന്ന് പറയുന്നത് ന്യൂലാൻഡ്സ് എന്ന് പറയും. അലക്സാണ്ടർ ന്യൂലാൻഡ്സ് എന്ന് പറയുന്ന സയന്റിസ്റ്റ്. ന്യൂലാൻഡ്സ് എലമെന്റുകൾ അന്ന് ഏകദേശം 50-ന് മുകളിൽ എലമെന്റുകളെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. അന്നുണ്ടായിരുന്ന എലമെന്റുകളെ അദ്ദേഹം 8 വിധമുള്ള ഗ്രൂപ്പുകളായിട്ടാണ് തിരിച്ചത്. 8 വിധമുള്ള ഓരോ ഗ്രൂപ്പുകളെയും അദ്ദേഹം വിളിച്ച പേരാണ് ഒക്ടേവ്. 8 വിധമുള്ള ഗ്രൂപ്പുകളെ അദ്ദേഹം വിളിച്ച പേര് ഒക്ടേവ് എന്നാണ്. എന്നിട്ട് അദ്ദേഹം കൊണ്ടുവന്ന ലായാണ് ലാ ഓഫ് ഒക്ടേവ്സ്. ലാ ഓഫ് ഒക്ടേവ്സ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എലമെന്റുകളെ 8 വിധമുള്ള ഗ്രൂപ്പുകളായി തിരിക്കുന്ന സമയത്ത് അവയുടെ എലമെന്റുകളുടെ സ്വഭാവങ്ങൾ ആവർത്തിക്കപ്പെടുന്നു എന്നാണ് ന്യൂലാൻഡ്സ് പറഞ്ഞത്. അതായത് ഒരു ഒന്നാമത്തെ 8 ഗ്രൂപ്പ്, 1, 2, 3, 4, 5, 6, 7, 8, ഈ 8 വരകൾ 8 എലമെന്റുകളാണെന്ന് വിചാരിക്കുക. അടുത്ത 8 ഗ്രൂപ്പ് 1, 2, 3, 4, 5, 6, 7, 8. അടുത്ത 8 ഗ്രൂപ്പ് 1, 2, 3, 4, 5, 6, 7, 8. ഒന്നാമത്തെ എലമെന്റ് ചുമ്മാ നമ്പർ ഇടുന്നു, 1, 2, 3, 4, 5, 6, 7, 8. ഒന്നാമത്തെ എലമെന്റിന്റെ അതേ സ്വഭാവമുള്ള എലമെന്റിന്റെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 8ാമത് വരുന്ന എലമെന്റിന് അതേ സ്വഭാവമായിരിക്കും. അപ്പൊ രണ്ടാമത്തെ എലമെന്റ് അതേ പ്രോപ്പർട്ടിയുള്ള എലമെന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? 2 കഴിഞ്ഞ് നിങ്ങൾ എണ്ണുക, 2 കഴിഞ്ഞ് നിങ്ങൾ എണ്ണുക, 2 കഴിഞ്ഞ് 8ാമത് വരുന്ന എലമെന്റ്. അപ്പൊ 1, 2, 3, 4, 5, 6, 7, 8. അതായത് ഈ ഒരു എലമെന്റിന്
ഈ ഒരു എലമെന്റിനും ഒരേ സ്വഭാവമായിരിക്കും. അപ്പൊ ഈ എലമെന്റുകളുടെ സ്വഭാവങ്ങൾ 8 വീതമുള്ള ഗ്രൂപ്പുകളായി തിരിക്കുമ്പോൾ ക്രമമായ ഇടവേളകളിൽ ആവർത്തിക്കുന്നു എന്ന് പറയുന്ന നിയമമാണ് ലാ ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇത് മ്യൂസിക്കൽ നോട്ട്സ് പോലെയാണ്. സരിഗമ പദനിസ നിങ്ങൾക്ക് അറിയാം. സരിഗമ പദ നി സ രി ഗ മ. നോക്കിയേ, ഒരു സ കഴിഞ്ഞ അടുത്ത സ വരുന്ന എത്രാമതാണ്? 1 2 3 4 5 6 7 8. ഒരു രീ കഴിഞ്ഞ അടുത്ത രീ വരുന്ന എത്രാമതാണ്? 1 2 3 4 5 6 7 8. നോക്കിയേ, ഇതുപോലെ മ്യൂസിക്കൽ നോട്ട്സിലേതുപോലെ എലമെന്റുകളെ അറേഞ്ച് ചെയ്ത സയന്റിസ്റ്റ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഉത്തരം മെൻഡലേവ് അല്ല, ന്യൂലാൻഡ്സ് ആണ്. ഇനി അടുത്ത എലമെന്റുകളെ ക്ലാസിഫൈ ചെയ്യാൻ വന്ന സയന്റിസ്റ്റ് ആണ് ചാൻ കോർട്ടോയിസ്. ചാൻ കോർട്ടോയിസ് അന്നുണ്ടായിരുന്ന എലമെന്റുകളെ അറ്റോമിക മാസ് കുറഞ്ഞതിൽ നിന്ന് അറ്റോമിക മാസ് കൂടിയതിലേക്ക് ഒരു ഹെലിക്കൽ മാനറിൽ അറേഞ്ച് ചെയ്തു. സ്പ്രിങ്ങിന്റെ രൂപത്തിൽ അറേഞ്ച് ചെയ്തു. അതായത് അറ്റോമിക് മാസ് കുറഞ്ഞത് ഇവിടെ, അറ്റോമിക് മാസ് കൂടിയത്, അതിനേക്കാൾ അറ്റോമിക് മാസ് കൂടിയത്, ഇങ്ങനെ അറ്റോമിക മാസ് കൂടി വരുന്ന ക്രമത്തില് എലമെന്റുകളെ ഇങ്ങനെ അടുക്കി വെച്ചു. അങ്ങനെ എലമെന്റുകളെ ക്ലാസിഫൈ ചെയ്ത മനുഷ്യനാണ് ആരെന്ന് പറയുന്നത്? എലമെന്റുകളെ ക്ലാസിഫൈ ചെയ്ത മനുഷ്യനാണ് ആരെന്ന് പറയുന്നത്? ചാൻ കോർട്ടോയിസി എന്ന് പറയുന്നത്. ചാൻ കോർട്ടോയിസി എന്ന് പറയുന്നത് ഓർമ്മിക്കുക, എലമെന്റുകളെ അറ്റോമിക മാസ് കൂടി വരുന്ന ക്രമത്തിൽ അറേഞ്ച് ചെയ്ത ശാസ്ത്രജ്ഞനാണ് ആരെന്ന് പറയുന്നത്? ചാൻ കോർട്ടോയിസി എന്ന് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ അടുക്കി വെച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, വെർട്ടിക്കൽ ലൈൻസിൽ വരുന്ന എല്ലാ എലമെന്റുകൾക്കും ഒരേ സ്വഭാവമായിരിക്കും. ഈ ഇങ്ങനെ ഒരു ലൈൻ ഇട്ട് കഴിഞ്ഞാൽ ആ ലൈനിൽ വരുന്ന 12 എന്ന് പറയുന്ന എലമെന്റും 10 എന്ന് പറയുന്ന എലമെന്റും 1 എന്ന് പറയുന്ന എലമെന്റിനും എല്ലാം ഒരേ സ്വഭാവമായിരിക്കുമെന്നും ആര് പറഞ്ഞു? ചാൻ കോർട്ടോയിസി പറഞ്ഞു. ഈ ഒരു ആശയത്തിനെ അദ്ദേഹം വിളിച്ച പേരാണ് ടെലൂറിക് ഹെലിക്സ്. അപ്പൊ ചാൻ കോർട്ടോയിസി അന്നുണ്ടായിരുന്ന എലമെന്റുകളെ സ്പ്രിങ്ങിന്റെ ആകൃതിയിൽ അറ്റോമിക മാസ് കുറഞ്ഞത് ഏറ്റവും താഴെയും അങ്ങനെ അറ്റോമിക് മാസ് കൂടി വരുന്ന ക്രമത്തിൽ ഇങ്ങനെ ഒരു ഹെലിക്കൽ മാനറിൽ അല്ലെങ്കിൽ സ്പ്രിങ്ങിന്റെ ആകൃതിയിൽ അറേഞ്ച് ചെയ്തതിനു ശേഷം അദ്ദേഹം പറഞ്ഞു, ഈ വെർട്ടിക്കൽ പൊസിഷൻസിൽ ഇരിക്കുന്ന എല്ലാ എലമെന്റുകൾക്കും ഒരേ സ്വഭാവമായിരിക്കും എന്നും ആര് പറഞ്ഞു? ചാൻ കോർട്ടോയിസി പറഞ്ഞു. ആ ഒരു കൺസെപ്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ടെലൂറിക് ഹെലിക്സ് എന്ന് വിളിക്കും. ഇനി മറ്റൊരു സയന്റിസ്റ്റ് വന്നു, അദ്ദേഹത്തിന്റെ പേരാണ് ലോതർ മേയർ. ലോതർ മേയർ എലമെന്റുകളെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാഫ് വരച്ചാണ് ക്ലാസിഫൈ ചെയ്തത്. ഗ്രാഫ് ആകുമ്പോൾ അതിന്റെ എക്സ് ആക്സിസും കാണും, ഒരു വൈ ആക്സിസും കാണും. വൈ ആക്സിസിൽ അറ്റോമിക് വോളിയം എടുത്തു, എക്സ് ആക്സിസിൽ അറ്റോമിക് മാസ് എടുത്ത് എല്ലാ എലമെന്റുകളെയും പ്ലോട്ട് ചെയ്തു. അപ്പോ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടി. ഹൈഡ്രജൻ, കാൽഷ്യം, മഗ്നീഷ്യം, ബേരിയം, പിന്നെ സൾഫർ, ഇങ്ങനെ എലമെന്റുകൾ ഇങ്ങനെ കുറെ കുത്തുകൾ കിട്ടി. ആ കുത്തുകളെല്ലാം യോജിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു ഗ്രാഫ് കിട്ടി. എന്നിട്ട് പറഞ്ഞു, ഈ ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പൊസിഷനിൽ വരുന്ന എല്ലാ എലമെന്റുകൾക്കും ഒരേ സ്വഭാവമാണ് എന്ന് ആര് പറഞ്ഞു? ലോതർ മേയർ പറഞ്ഞു. അപ്പൊ ലോതർ മേയർ അറ്റോമിക് വോളിയം അഗൈൻസ്റ്റ് അറ്റോമിക് മാസ് ഗ്രാഫ് വരച്ചിട്ട് ഹൊറിസോണ്ടൽ പൊസിഷൻസിൽ വരുന്ന കാൽഷ്യത്തിനും സൾഫറിനും ബേരിയത്തിനും ഒക്കെ ഒരേ സ്വഭാവമായിരിക്കുമെന്ന് ലോതർ മേയർ പറഞ്ഞു. പക്ഷെ ഈ ക്ലാസിഫിക്കേഷനും എന്തായുടെ ഫെയില്യൂർ ആയി. നമ്മള് നേരത്തെ ട്രയാഡിന് ഒരു എക്സാമ്പിൾ അല്ലേ പഠിച്ചോളൂ. ട്രയാഡിന്റെ എക്സാമ്പിൾ പഠിച്ചത് ഏതായിരുന്നു? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ഇതൊരു ട്രയാഡിന് എക്സാമ്പിൾ ആണ്. മറ്റൊരു ട്രയാഡിന് എക്സാമ്പിൾ കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം. 40, 88, 137. ഇനി വേറൊരു ട്രയാഡും കൂടെ പഠിക്കുക, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. 35.5, 80, അറ്റോമിക് മാസ് 80, അയഡിൻ്റെത് 127. ഇങ്ങനെ അറ്റോമിക് മാസിന്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്ന ഒരു രീതി 3 വിധമുള്ള ഗ്രൂപ്പുകളായി തിരിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ? എന്താണ്? ഫസ്റ്റ് എലമെന്റിന്റെയും തേർഡ് എലമെന്റിന്റെയും അറ്റോമിക് മാസിന്റെ ആവറേജ് ആയിരിക്കും മിഡിൽ എലമെന്റിന്റെ അറ്റോമിക് മാസ് എന്ന് പറഞ്ഞില്ലേ? ആ ഒരു കൺസെപ്റ്റ് പഠിക്കാൻ വേണ്ടി 3 എക്സാമ്പിളുകൾ ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ കുറെ അധികം ഇതുവരെ നമ്മൾ പഠിച്ചതെല്ലാം ഫെയില്യൂർ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് ആണ്. അത് കഴിഞ്ഞ് എലമെന്റുകളെ വ്യക്തതയോടുകൂടി അറേഞ്ച് ചെയ്ത മനുഷ്യനാണ് ആരെന്ന് പറയുന്നത്? മെൻഡലേവ് എന്ന് പറയുന്നത്. ദിമിത്രി ഇവാനോവിച്ച് മെൻഡലേവ് എന്നാണ് അദ്ദേഹത്തിന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത്. ഒരു ഡച്ചുകാരനാണ്. അദ്ദേഹം അന്നുണ്ടായിരുന്ന എലമെന്റുകളെ ഒരു ടേബിളിലായി അറേഞ്ച് ചെയ്തു. ടേബിൾ ആവുമ്പോൾ അതിന് കുറേയധികം കോളങ്ങൾ ഉണ്ടാവും. അതേപോലെ കുറേയധികം റോസും ഉണ്ടാവും അല്ലെ? അദ്ദേഹം ഈ റോസിനെ വിളിച്ച പേരാണ്, ഇങ്ങനെ ഹൊറിസോണ്ടലായി പോകുന്ന റോസിനെ വിളിച്ച പേരാണ് സീരീസ്. പിന്നീടാണ് അത്
പീരീഡ് എന്ന പേരിൽ അറിയപ്പെട്ടത്. ഈ കുറേയധികം ഗ്രൂപ്പുകളും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പീരീഡുകളുടെ എണ്ണം 7ആണ്. ഗ്രൂപ്പുകളുടെ എണ്ണം, ആദ്യത്തെ ഗ്രൂപ്പിനെ അദ്ദേഹം വിളിച്ച പേര് 0 എന്നാണ്. ബാക്കിയുള്ള ഗ്രൂപ്പുകളെല്ലാം റോമൻ നമ്പർ 1 മുതൽ റോമൻ നമ്പർ 8 വരെയാണ് കൊടുത്തത്. അതായത് ആകെയുള്ള ഗ്രൂപ്പുകളുടെ എണ്ണം ഇവിടെ 8 എണ്ണം ഉണ്ട്, ഇവിടെ ഒരെണ്ണം 9. അങ്ങനെ 9 ഗ്രൂപ്പുകൾ ആദ്യം ഉണ്ട്. ഫസ്റ്റ് ഗ്രൂപ്പിനെ നമ്മൾ 0 ഗ്രൂപ്പ് എന്ന് പറഞ്ഞാണ് കൂട്ടുന്നത്. ആ 0 ഗ്രൂപ്പ് കൂടാതെ ബാക്കി 8 ഗ്രൂപ്പുകളുണ്ട്, 7 പീരീഡുകളുമുണ്ട്. ഇതായിരുന്നു മെൻഡലീവിന്റെ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. മെൻഡലീവിന്റെ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നതിൽ കുറേയധികം കോളങ്ങൾ ഉണ്ടാവും, കുറേയധികം റോസ് ഉണ്ടാവും. ഈ കോളങ്ങളെ നമ്മൾ വിളിച്ച പേരാണ് ഗ്രൂപ്പ്, റോസിനെ വിളിച്ച പേരാണ് എന്തെന്ന് പറയുന്നത് പീരീഡ്. പക്ഷെ പീരീഡ് എന്നല്ല അദ്ദേഹം വിളിച്ചത്, സീരീസ് എന്നാണ് വിളിച്ചത്. ഇങ്ങനെ മെൻഡലേവ് കോളങ്ങളില്, ഈ ഓരോരോ കോളങ്ങളിലെ മെൻഡലേവ് എലമെന്റുകളെ അടുക്കി വെച്ചത് എന്തിന്റെ ബേസിലാണ്? അറ്റോമിക് മാസ് കൂടി വരുന്ന ക്രമത്തിലാണ് അറേഞ്ച് ചെയ്തത്. അതായത് അറ്റോമിക് മാസ് കുറഞ്ഞത് അതിനേക്കാൾ അറ്റോമിക് മാസ് കൂടിയത്, ഇങ്ങനെ അറ്റോമിക മാസ് കൂടി വരുന്ന ക്രമത്തില് എലമെന്റുകളെ അറേഞ്ച് ചെയ്ത ശാസ്ത്രജ്ഞൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം മെൻഡലീവ് എന്ന് പറയണം. അന്നുണ്ടായിരുന്ന 60-ന് മുകളിലുള്ള എലമെന്റുകളെ വളരെ സംക്ഷിപ്തമായി, വളരെ കോംപ്രിഹെൻസീവായി അറേഞ്ച് ചെയ്ത മനുഷ്യനാണ് മെൻഡലീവ് എന്ന് പറയുന്നത്. അപ്പൊ മെൻഡലീവിന്റെ പീരിയോഡിക് ടേബിളിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ക്രമമായ ഇടവേളകൾ, മെൻഡലീവ് പറഞ്ഞത് എലമെന്റുകളെ അറ്റോമിക മാസ് കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് അറേഞ്ച് ചെയ്ത് ഇങ്ങനെ വെച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു ടേബിൾ കിട്ടി. അപ്പൊ ഇവിടെ ഉള്ള ഗ്രൂപ്പിലുള്ള എല്ലാ എലമെന്റുകൾക്കും ഒരേ സ്വഭാവമായിരിക്കും എന്നും അദ്ദേഹം പറഞ്ഞു. അതായത് ഒന്നാമത്തെയും 7 എന്ന് പറയുന്ന എലമെന്റിനും 13 എന്ന് പറയുന്ന എലമെന്റിനും ഒരേ സ്വഭാവമായിരിക്കും. അതെല്ലാം ക്രമമായ ഇടവേളകളിൽ വരുന്ന എലമെന്റുകളാണ്. അറ്റോമിക മാസ് കുറഞ്ഞതിൽ നിന്ന് അറ്റോമിക മാസ് കൂടിയതിലേക്ക് എലമെന്റുകളെ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് എലമെന്റുകളുടെ സ്വഭാവങ്ങൾ ആവർത്തിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഒരേ ഗ്രൂപ്പിലുള്ള എലമെന്റുകൾക്കെല്ലാം ഒരേ സ്വഭാവമായിരിക്കും എന്ന് മെൻഡലീവ് പറഞ്ഞു. മെൻഡലീവിന്റെ പീരിയോഡിക് ടേബിളിന്റെ അഡ്വാൻറ്റേജസ് നിങ്ങൾ ആദ്യം ഓർക്കുക. മെൻഡലീവിന്റെ പീരിയോഡിക് ടേബിളിന്റെ അഡ്വാൻറ്റേജസ് ഓർക്കുക. ആദ്യമായി കോംപ്രിഹെൻസീവായി വ്യക്തതയോടുകൂടി എലമെന്റുകളെ ക്ലാസിഫൈ ചെയ്ത മനുഷ്യനാണ് ആരെന്ന് പറയുന്നത്? മെൻഡലീവ് എന്ന് പറയുന്നത്. രണ്ടാമത് മെൻഡലീവ് പറഞ്ഞ രണ്ടാമത്തെ കാര്യം, എലമെന്റുകളെ അറ്റോമിക മാസ് കൂടിയ ക്രമത്തിൽ അറേഞ്ച് ചെയ്തു. ഇൻക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്തു. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ചില എലമെന്റുകളുടെ അറ്റോമിക മാസുകൾ അദ്ദേഹം കറക്റ്റ് ചെയ്തു. തെറ്റായിട്ടുള്ള അറ്റോമിക മാസുകൾ അദ്ദേഹം തിരുത്തി കുറിച്ചു. ഈ പീരിയോഡിക് ടേബിളില് ഈ ചില കോളങ്ങൾ അദ്ദേഹം ഒഴിച്ചിട്ടു. ചില കോളങ്ങളെ അദ്ദേഹം മനഃപൂർവ്വം ലെഫ്റ്റ് ചെയ്തു, അതായത് ഒഴിച്ചിട്ടു. എന്തുകൊണ്ടാണ് മനഃപൂർവ്വം? he kept some of the columns permanently as vacant, അല്ലെങ്കിൽ he left some of the vacant spaces in the periodic table. എന്തുകൊണ്ട് അങ്ങനെ വേക്കന്റ് സ്പേസുകൾ പീരിയോഡിക് ടേബിളിൽ ഉൾപ്പെടുത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ഇത്ര മാത്രം. ഇനി വരാനിരിക്കുന്ന സയന്റിസ്റ്റുകൾ എലമെന്റുകളെ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞു. ആ എലമെന്റുകളെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം കോളങ്ങൾ ഒഴിച്ചിട്ടത്. അതാണ് 5ാമത്തെ പോയിന്റ്. 4ാമത്തെ പോയിന്റ് ആണ് he intentionally left some vacant spaces in the periodic table എന്ന് നമുക്ക് പറയാം. 5ാമത്തെ പോയിന്റ് പറയുമ്പോൾ, മെൻഡലീവിന്റെ പീരിയോഡിക് ടേബിളില് ചില എലമെന്റുകൾക്ക് പേര് അദ്ദേഹം ഇട്ടു. ഇപ്പോ സിലിക്കന്റെ താഴെ വരുന്ന എലമെന്റിനെ അദ്ദേഹം എക്കാ സിലിക്കൺ എന്ന് വിളിച്ചു. പിന്നീട് അത് ജെർമേനിയം എന്നറിയപ്പെട്ടു. അലുമിനിയത്തിന് താഴെ വരുന്ന എലമെന്റിനെ എക്കാ അലുമിനിയം എന്ന് പേര് വിളിച്ചു. പിന്നീട് അത് ഗാലിയം എന്നറിയപ്പെട്ടു. ബോറോണിന്റെ താഴെ വരുന്ന എലമെന്റിനെ എക്കാ ബോറോൺ എന്ന് വിളിച്ചു. പിന്നീട് അത് അലുമിനിയം എന്നറിയപ്പെട്ടു. അപ്പൊ ഇത് കുറച്ച് എലമെന്റുകളുടെയൊക്കെ പേരുകള് അദ്ദേഹം ഇട്ടു. എക്ക ബോറോൺ, എക്ക സിലിക്കൺ, എക്ക അലുമിനിയം. എക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ എലമെന്റ് ഫോളോഡ് ബൈ എന്നാണ് അതിനർത്ഥം. ഒരു എലമെന്റിന്റെ താഴെ വരുന്ന എലമെന്റുകളാണ് നമ്മൾ എക്ക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ പീരിയോഡിക് ടേബിളിന് ഒരുപാട് കുഴപ്പങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. ഹൈഡ്രജന് വ്യക്തമായ സ്ഥാനം നൽകാൻ കഴിഞ്ഞില്ല, ലാന്തനോയിഡുകൾക്കും ആക്ടിനോയിഡുകൾക്കും വ്യക്തമായ സ്ഥാനം കൊടുക്കാൻ കഴിഞ്ഞില്ല, ഐസോടോപ്പുകൾ എന്ന് പറയുന്ന എലമെന്റുകൾക്ക് വ്യക്തമായ പൊസിഷൻ കൊടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെ അറ്റോമിക് മാസ് കൂടി വരുന്ന ക്രമം എന്നല്ലേ ഞാൻ പറഞ്ഞത്. പക്ഷെ അവസാനമൊക്കെ എത്തുമ്പോൾ അറ്റോമിക് മാസ് കൂടുകയും കുറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, പാലിക്കുന്നില്ല. അറ്റോമിക് മാസ് ഇൻക്രീസിംഗ് ഓർഡർ കറക്റ്റ് ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നില്ല. ഹൈഡ്രജന് വ്യക്തമായ പൊസിഷൻ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല, ആക്ടിനോയിഡുകൾക്ക് വ്യക്തമായ പൊസിഷൻ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല, ലാന്തനോയിഡുകൾക്ക് വ്യക്തമായ പൊസിഷൻ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല, ഐസോടോപ്പുകൾക്ക് വ്യക്തമായ പൊസിഷൻ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അറ്റോമിക് മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡർ കറക്റ്റ് ആയിട്ട് പാലിക്കുന്നില്ല.
പിന്നെ എന്താണ് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, വ്യത്യസ്ത സ്വഭാവമുള്ള എലമെന്റുകളെ ഒരേ ഗ്രൂപ്പിൽ എഴുതി വന്നപ്പോൾ വ്യത്യസ്ത സ്വഭാവമുള്ള എലമെന്റുകളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ട് അദ്ദേഹത്തിന് വന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കുഴപ്പങ്ങൾ മെൻഡലീവിന്റെ പീരിയോഡിക് ടേബിളിന് ഉണ്ടായിരുന്നു. സോ മെൻഡലീവിന്റെ പീരിയോഡിക് ടേബിളും എന്തായി ഫെയില്യൂർ ആയി. അതിനുശേഷം വന്ന സയന്റിസ്റ്റ് ആണ് ഹെൻറി മോസ്ലി. അദ്ദേഹം കൊണ്ടുവന്ന ലായാണ് മോഡേൺ പീരിയോഡിക് ലാ. മോഡേൺ പീരിയോഡിക് ലാ മോഡേൺ പീരിയോഡിക് ലാ പറയുന്നത് ഇത്രയേ ഉള്ളൂ, എലമെന്റുകളെ അറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിൽ കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക്. അപ്പോൾ മെൻഡലീവ് അറ്റോമിക് മാസിന്റെ അടിസ്ഥാനത്തിലാണ് എലമെന്റുകളെ ക്ലാസിഫൈ ചെയ്തത്. ഹെൻറി മോസ്ലി എലമെന്റുകളെ അറ്റോമിക് നമ്പറിനെ ബേസ് ചെയ്ത് അറേഞ്ച് ചെയ്തു. എലമെന്റുകളെ അറ്റോമിക് നമ്പർ കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എലമെന്റുകളുടെ സ്വഭാവങ്ങൾ ആവർത്തിക്കപ്പെടുന്നു എന്ന് പറയുന്ന നിയമമാണ് മോഡേൺ പീരിയോഡിക് ലാ. Modern periodic law states that physical and chemical properties of elements are the periodic functions of their atomic number. അറ്റോമിക് നമ്പർ കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് എലമെന്റുകളെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവയുടെ സ്വഭാവങ്ങൾ ആവർത്തിക്കപ്പെടുന്നു എന്ന് പറയുന്ന നിയമമാണ് ഏതെന്ന് പറയുന്നത് മോഡേൺ പീരിയോഡിക് ലാ എന്ന് പറയുന്നത്. ഓർക്കുക, മോഡേൺ പീരിയോഡിക് ലാ സ്റ്റേറ്റ്സ് ദാറ്റ് എന്താണ് മോഡേൺ പീരിയോഡിക് ലാ സ്റ്റേറ്റ്സ് ദാറ്റ് physical and chemical properties of elements are the periodic functions of their atomic numbers. ഇനി ഹെൻറി മോസ്ലിയുടെ മോഡേൺ പീരിയോഡിക് ലാ വെച്ചിട്ട് ഡെവലപ്പ് ചെയ്ത ടേബിൾ ആണ് മോഡേൺ പീരിയോഡിക് ടേബിൾ. മോഡേൺ പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ആരാണ്? ഹെൻറി മോസ്ലി. നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന പീരിയോഡിക് ടേബിളിനെയാണ് നമ്മൾ മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. ആ പീരിയോഡിക് ടേബിൾ ഒരുപാട് കോളങ്ങളുണ്ട്. കോളങ്ങളുടെ എണ്ണം 18 ആണ്. അതായത് കോളങ്ങളെ നമ്മൾ ഗ്രൂപ്പുകൾ എന്നാണ് വിളിക്കുന്നത്. മോഡേൺ പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പുകളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം 18 എന്നാണ്. 18 ഗ്രൂപ്പുകളുണ്ട്. വെർട്ടിക്കൽ കോളംസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഗ്രൂപ്പുകൾ എന്ന് വിളിക്കുന്നത്. ഹൊറിസോണ്ടൽ ആയിട്ട് ഇങ്ങനെ പോകുന്ന റോസിനെ നമ്മൾ വിളിക്കുന്ന പേര് എന്തെന്നാണ്? പിരീഡ് എന്നാണ്. ഹൊറിസോണ്ടൽ ആയി പോകുന്ന റോസിനെ നമ്മൾ വിളിക്കുന്ന പേര് എന്ത്? പിരീഡുകൾ എന്നാണ്. ഹൊറിസോണ്ടൽ ആയി പോകുന്ന റോസിനെ പിരീഡുകൾ എന്നും വെർട്ടിക്കൽ കോളംസിനെ നമ്മൾ എന്തെന്നും വിളിക്കുന്നു? ഗ്രൂപ്പുകൾ എന്നുമാണ് വിളിക്കുന്നത്. ഇനി ഏറ്റവും ചെറിയ പീരീഡ് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് പീരീഡ് ആണ്. ഫസ്റ്റ് പീരീഡ് ഇസ് ദ ഷോർട്ടസ്റ്റ് പീരീഡ്. ഇറ്റ് കണ്ടെയ്ൻസ് ഓൺലി 2 elements. ഫസ്റ്റ് പീരീഡിൽ രണ്ടേ രണ്ട് എലമെന്റുകളേ ഉള്ളൂ. ഏതൊക്കെയാണ്? ഹൈഡ്രജനും ഹീലിയവും. ഏഴാമത്തെ പീരീഡിനെ നമ്മൾ മോൺസ്റ്റർ പീരീഡ് എന്ന് വിളിക്കുന്നു. അതിൽ ഏറ്റവും കൂടുതൽ എലമെന്റുകൾ കാണപ്പെടുന്നു. 32 എലമെന്റുകൾ കാണപ്പെടുന്നു. ഫസ്റ്റ് പീരീഡില് 2 എലമെന്റുകൾ, രണ്ടാമത്തെ പീരീഡില് 8 എലമെന്റുകൾ, മൂന്നാമത്തെ പീരീഡില് 18 എലമെന്റുകൾ, ഇങ്ങനെ പോകുന്നു. ഏറ്റവും ലാസ്റ്റ് വരുന്ന ഏഴാമത്തെ പീരീഡ് മോൺസ്റ്റർ പീരീഡ് എന്നറിയപ്പെടുന്നു. ഏറ്റവും കൂടുതൽ എലമെന്റുകൾ കാണപ്പെടുന്നു. ഏകദേശം 32 എലമെന്റുകൾ കാണപ്പെടുന്നു. ഇനി നമ്മൾ ഈ പീരിയോഡിക് ടേബിളിനെ 4 ഡിഫറന്റ് ബ്ലോക്കുകളായി തിരിക്കുന്നുണ്ട്. എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക് ആൻഡ് എഫ് ബ്ലോക്ക്. പീരിയോഡിക് ടേബിളിനെ 4 ഡിഫറന്റ് ബ്ലോക്കുകളായി തിരിക്കുന്നു. എസ് ബ്ലോക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം 1, 2 ഗ്രൂപ്പുകളാണ്. 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളെ പി ബ്ലോക്ക് എന്ന് വിളിക്കുന്നു. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളെ ഡി ബ്ലോക്ക് എന്ന് വിളിക്കുന്നു. ലാന്തനോയിഡുകൾ, ആക്ടിനോയിഡുകൾ തുടങ്ങിയ എലമെന്റുകളെ ലാന്തനോയിഡുകളുടെ മറ്റൊരു പേരാണ് ലാന്തനോൺസ്. ആക്ടിനോയിഡുകൾ എന്നതിന്റെ മറ്റൊരു പേരാണ് ആക്ടിനോൺസ്. അപ്പൊ ലാന്തനോയിഡുകൾ അല്ലെങ്കിൽ ലാന്തനോൺസ്, ആക്ടിനോയിഡുകൾ അല്ലെങ്കിൽ ആക്ടിനോൺസ്, ഇവയെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ഏത് ബ്ലോക്ക് എലമെന്റുകൾ? എഫ് ബ്ലോക്ക് എലമെന്റുകൾ. എസ് ബ്ലോക്കിലെ എലമെന്റുകളുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS1 to 2 ആണ്. എസ് ബ്ലോക്ക് എലമെന്റുകളുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ത്? NS1 to 2. പി ബ്ലോക്കിലെ എലമെന്റുകളുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS2 NP1 to 6. N എന്ന് പറയുന്നത് അവസാനത്തെ ഷെല്ലാണ്. ഡി ബ്ലോക്ക് എലമെന്റുകളുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് N-1 D 1 to 10 NS1 to 2. N അവസാനത്തെ ഷെല്ലാണ്. N-1 എന്ന് പറയുന്നത് തൊട്ട് ബാക്കിലത്തെ ഷെല്ലാണ്. എഫ് ബ്ലോക്ക് എലമെന്റുകളുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ N-2 F1 to 14 N-1 D 0 to 1 NS1 to 2.
അപ്പോൾ എഫ് ബ്ലോക്ക് എലമെന്റുകളിൽ ഒരു എന്താണ് അഫ്ബാ പ്രിൻസിപ്പിൾ പോലുള്ള കുറെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളൊന്നും അനുസരിച്ചല്ല എഫ് ബ്ലോക്ക് എലമെന്റുകളിൽ ഇലക്ട്രോണുകൾ നിറയുന്നത്. എഫ് ബ്ലോക്ക് എലമെന്റുകളുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ n-2 f1 to 14 n-1 d0 to 1 ns1 to 2 n is the last shell that is called valence shell. എന്നിന്റെ പിറകിലുള്ള ഷെല്ലാണ് n-1 ഷെൽ ദാറ്റ് ഇസ് കാൾഡ് പെനൽറ്റിമേറ്റ് ഷെൽ. അതിനെ വിളിക്കുന്ന പേരെന്താണ്? പെനൽറ്റിമേറ്റ് ഷെൽ എന്നാണ്. ഇനി n-2 എന്ന് പറയുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആന്റി പെനൽറ്റിമേറ്റ് ഷെൽ. n-2 നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ആന്റി പെനൽറ്റിമേറ്റ് ഷെൽ എന്ന് വിളിക്കും. ഇനി ഇതില് നമ്മൾ ഗ്രൂപ്പ് സ്റ്റഡീസ് പറയുന്ന സമയത്ത് അവസാനത്തെ ഷെല്ല് എസിലാണ് ഇലക്ട്രോൺ കയറുന്നതെങ്കിൽ അത് എസ് ബ്ലോക്ക് എലമെന്റ് ആണ്. പിയിലാണ് ലാസ്റ്റ് പിയിലാണ് ഇലക്ട്രോൺ കയറുന്നതെങ്കിൽ അത് പി ബ്ലോക്ക് എലമെന്റ് ആണ്. അവസാന ഇലക്ട്രോൺ കയറുന്നത് പെനൽറ്റിമേറ്റ് ഡി സബ് ഷെല്ലിലാണെങ്കിൽ അത് ഡി ബ്ലോക്ക് എലമെന്റും, അവസാന ഇലക്ട്രോൺ കയറുന്നത് എസ് സബ് ഷെല്ലിലാണെങ്കിൽ അവസാനത്തതിലെ എസ് സബ് ഷെല്ലിലാണെങ്കിൽ അത് എസ് ബ്ലോക്ക് എലമെന്റും ആയിരിക്കും. ഇനി എന്താണ് ലാന്തനോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലന്താനത്തിന് ശേഷം വരുന്ന, ലന്താനം എന്ന് പറയുന്ന എലമെന്റിന് ശേഷം, അതായത് 6ാമത്തെ പീരീഡിൽ ലന്താനത്തിന് ശേഷം LA എന്ന് പറയുന്ന എലമെന്റിന് ശേഷം വരുന്ന 14 എലമെന്റുകളെ പീരിയോഡിക് ടേബിളിന്റെ താഴെയായി കൊടുത്തിരിക്കുന്നു. അതിനെ നമ്മൾ ലാന്തനോയിഡുകൾ എന്ന് വിളിക്കുന്നു. 7ാമത്തെ പീരീഡിൽ ആക്ടിനിയം എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ട്, AC എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ട്. ആക്ടിനിയത്തിന് ശേഷം വരുന്ന 14 എലമെന്റുകളെയും പീരിയോഡിക് ടേബിളിന്റെ താഴെയായി കൊടുത്തിട്ടുണ്ട്. അവയെ നമ്മൾ ആക്ടിനോയിഡുകൾ എന്ന് വിളിക്കുന്നു. ലാന്തനോയിഡുകളെയും ആക്ടിനോയിഡുകളെയും ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് എന്ത് ബ്ലോക്ക് എലമെന്റുകൾ? എഫ് ബ്ലോക്ക് എലമെന്റുകൾ എന്ന് വിളിക്കും. ഓർക്കുക, 6ാമത്തെ പീരീഡിൽ ലന്താനത്തിന് ശേഷം വരുന്ന 14 എലമെന്റുകളെ ലാന്തനോയിഡുകൾ എന്നും 7ാമത്തെ പീരീഡിൽ ആക്ടിനിയത്തിന് ശേഷം വരുന്ന 14 എലമെന്റുകളെ ആക്ടിനോയിഡുകൾ എന്നും വിളിക്കുന്നു. ലാന്തനോയിഡുകളെയും ആക്ടിനോയിഡുകളെയും ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് എന്ത് ബ്ലോക്ക് എലമെന്റുകൾ? എഫ് ബ്ലോക്ക് എലമെന്റുകൾ എന്ന് വിളിക്കുന്നു. ഈ എഫ് ബ്ലോക്ക് എലമെന്റുകൾ എല്ലാം 14 28 എലമെന്റുകളാണ് എഫ് ബ്ലോക്ക് എലമെന്റുകൾ എന്ന് പറയുന്നത്. എഫ് ബ്ലോക്ക് എലമെന്റുകൾ എല്ലാം മിക്കവാറും ഉള്ളതെല്ലാം റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള എലമെന്റുകളാണ്, റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്ന എലമെന്റുകളാണ്. അതുപോലെ തന്നെ മിക്കവാറും ഉള്ള എലമെന്റുകളെല്ലാം എന്ത് എലമെന്റുകളാണ്? ആർട്ടിഫിഷ്യൽ എലമെന്റുകളാണ്. മിക്കവാറും ഉള്ള എലമെന്റുകളെല്ലാം ആർട്ടിഫിഷ്യൽ എലമെന്റുകളാണ്. നമുക്ക് എസ് ബ്ലോക്ക് എന്ന് പറയുന്ന ചാപ്റ്ററും കൂടി ഇതിനോടൊപ്പം പഠിക്കാം. എസ് ബ്ലോക്കിലെ എലമെന്റ്സിനെ പറ്റിയും കൂടി ഇതിനോടൊപ്പം പഠിക്കാം. നമുക്ക് ആദ്യം എസ് ബ്ലോക്ക് എലമെന്റുകളെ പറ്റി പഠിക്കാം. എസ് ബ്ലോക്ക് എലമെന്റുകളെ പറ്റി ഞാൻ പറയുമ്പോൾ എസ് ബ്ലോക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള മുഴുവൻ ഭാഗങ്ങളും അതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. എസ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് ഗ്രൂപ്പിനെയും സെക്കൻഡ് ഗ്രൂപ്പിനെയും വിളിക്കുന്ന പേരാണ് എസ് ബ്ലോക്ക് എലമെന്റ്സ്. ഫസ്റ്റ് ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേര് ആൽക്കലി മെറ്റലുകൾ എന്നും സെക്കൻഡ് ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേര് ആൽക്കലൈൻ എർത്ത് മെറ്റലുകൾ എന്നുമാണ്. ഫസ്റ്റ് ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേര് ആൽക്കലി മെറ്റലുകൾ എന്നും സെക്കൻഡ് ഗ്രൂപ്പിനെ വിളിക്കുന്ന പേര് ആൽക്കലൈൻ എർത്ത് മെറ്റലുകൾ എന്നുമാണ്. എന്തുകൊണ്ട് ഫസ്റ്റ് ഗ്രൂപ്പിനെ ആൽക്കലി മെറ്റലുകൾ എന്ന് വിളിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഗ്രൂപ്പിലെ മെറ്റലുകൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് ഗ്രൂപ്പിലെ എലമെന്റുകൾ ഏതൊക്കെയാണ്? ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം ആൻഡ് സീഷ്യം, സീഷ്യം. ഹൈഡ്രജൻ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ എലമെന്റുകളും, ഹൈഡ്രജൻ ഒഴിച്ച് ഫസ്റ്റ് ഗ്രൂപ്പിനെ ആൽക്കലി മെറ്റലുകൾ എന്ന് വിളിക്കാൻ കാര്യം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ എലമെന്റുകളും മെറ്റലുകളാണ്. അത് മാത്രമല്ല അവ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൽക്കലി കിട്ടും. അതായത് ലിഥിയം വാട്ടറിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലിഥിയം ഹൈഡ്രോക്സൈഡ് കിട്ടും. പൊട്ടാസ്യം വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് കിട്ടും. സോഡിയം വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സോഡിയം ഹൈഡ്രോക്സൈഡ് കിട്ടും. ഈ OH ഉള്ള എല്ലാ കോമ്പൗണ്ടുകളും ആൽക്കലികളാണ്. അപ്പോൾ ഒരു മെറ്റൽ വെള്ളത്തിൽ ലയിക്കുമ്പോൾ ആൽക്കലികൾ കിട്ടുന്നെങ്കിൽ, ഒരു മെറ്റൽ വെള്ളത്തിൽ ലയിക്കുമ്പോൾ ആൽക്കലി കിട്ടുന്നെങ്കിൽ അത് ഏത് മെറ്റൽ ആയിരിക്കും? ആൽക്കലി മെറ്റൽ ആയിരിക്കും. ഓർക്കുക, ഒരു മെറ്റൽ വെള്ളത്തിൽ ലയിക്കുമ്പോൾ ആൽക്കലി കിട്ടുന്നെങ്കിൽ അത് ആൽക്കലി മെറ്റൽ ആയിരിക്കും. അത് ഓരോന്നിന്റെയും ആൽക്കലി മെറ്റലുകൾ, അതുകൊണ്ടാണ് അതിന്റെ പേര് ആൽക്കലി മെറ്റലുകൾ എന്ന് വന്നത്. ഇനി സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റുകളെ എന്തുകൊണ്ടാണ് ആൽക്കലൈൻ എർത്ത് മെറ്റലുകൾ എന്ന് വിളിക്കുന്നത്? കാരണം സെക്കൻഡ് ഗ്രൂപ്പിലുള്ള എലമെന്റുകൾ ബെർലിയം, മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം. ബെർലിയം എന്ന് പറയുന്ന മെറ്റൽ വാട്ടറുമായി ഡിസോൾവ് ചെയ്യുമ്പോൾ ബെർലിയം ഹൈഡ്രോക്സൈഡ് കിട്ടും. മഗ്നീഷ്യം വാട്ടറുമായി റിയാക്ട് ചെയ്യുമ്പോൾ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് കിട്ടും. കാൽഷ്യം വാട്ടറുമായി റിയാക്ട് ചെയ്യുമ്പോൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് കിട്ടും. സ്ട്രോൺഷ്യം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സ്ട്രോൺഷ്യം ഹൈഡ്രോക്സൈഡ് കിട്ടും. ബേരിയം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ബേരിയം ഹൈഡ്രോക്സൈഡ് കിട്ടും. ഈ ബെർലിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് ആൽക്കലിയാണ്. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും ആൽക്കലിയാണ്. അപ്പോൾ ഈ സെക്കൻഡ് ഗ്രൂപ്പിലെ എല്ലാ മെറ്റലുകളും
സെക്കൻഡ് ഗ്രൂപ്പിലെ എല്ലാ മെറ്റലുകളും വാട്ടറിൽ ലയിക്കുമ്പോൾ ആൽക്കലി കിട്ടുന്നു, അതുകൊണ്ട് അതിനെ ആൽക്കലൈൻ എന്ന് വിളിക്കുന്നു. അത് മാത്രമല്ല ഈ മെറ്റലുകളെല്ലാം കാണുന്നത് എർത്ത് ക്രസ്റ്റിലാണ്, ഭൂമിയുടെ സർഫസിലാണ്, ഭൂവൽക്കത്തിലാണ്. അതുകൊണ്ട് ഇതിനെ ആൽക്കലൈൻ എർത്ത് മെറ്റലുകൾ എന്ന് വിളിക്കുന്നു. ഓർക്കുക, സെക്കൻഡ് ഗ്രൂപ്പിലെ മെറ്റലുകളും വാട്ടറിൽ ലയിക്കുന്ന സമയത്ത് ആൽക്കലി കിട്ടും. അവയും ആ മെറ്റലുകളും കാണുന്നത് എർത്ത് സർഫസിലാണ്. സോ അതിനെ നമ്മൾ ആൽക്കലൈൻ എർത്ത് മെറ്റലുകൾ എന്നാണ് വിളിക്കുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റുകളെ പറ്റി വിശദമായി ഒന്ന് പഠിക്കാം. ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റുകളെ പറ്റി വിശദമായി പഠിക്കാം. ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റുകൾ എന്ന് പറയുന്നത് ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s1, 2s1, 3s1, 4s1 അവസാനിക്കുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മാത്രം മതി. 5s1 ആൻഡ് 6s1. ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ns1, കാരണം സൈഡിലത്തെ നമ്പർ മാത്രമേ മാറുന്നു. ഇനി ഇവരെല്ലാം ഒരു ഇലക്ട്രോൺ ഉള്ള ആൾക്കാരാണ്. ഇവരെല്ലാം ഒരു ഇലക്ട്രോൺ ഉള്ള ആൾക്കാരായതുകൊണ്ട് റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ ആ ഒരു ഇലക്ട്രോൺ കളയാം. ഒരു ഇലക്ട്രോൺ കളയുന്നത് കൊണ്ട് നമുക്ക് പറയാം they are highly ഇലക്ട്രോപോസിറ്റീവ് ഇൻ നേച്ചർ എന്ന് പറയാം. ഇലക്ട്രോപോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ ഇലക്ട്രോണുകൾ കളഞ്ഞ് പോസിറ്റീവ് ആയി മാറുന്ന വസ്തുക്കളെയാണ് നമ്മൾ ഇലക്ട്രോപോസിറ്റീവ് എന്ന് വിളിക്കുന്നത്. ഫസ്റ്റ് ഗ്രൂപ്പിലെ എല്ലാ മെമ്പറുകളും റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ ഓരോ ഇലക്ട്രോൺ കളയുന്നു. അതുകൊണ്ട് അതിനെ നമുക്ക് പറയാം ഇലക്ട്രോപോസിറ്റീവ് എലമെന്റ്സ് എന്ന് പറയാം. ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ഇലക്ട്രോപോസിറ്റീവ് ക്യാരക്ടർ കൂടി വരികയാണ്. ഡൗൺ ദ ഗ്രൂപ്പ് ഇലക്ട്രോപോസിറ്റീവ് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്തു വരികയാണ്. ഇനി ഇവരെല്ലാം റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ ഓരോ ഇലക്ട്രോണുകൾ കളയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ലിഥിയം ഒരു ഇലക്ട്രോൺ കളഞ്ഞ് എന്തായി മാറും? Li+ ആയി മാറും. സോഡിയം റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ ഒരു ഇലക്ട്രോൺ കളഞ്ഞ് എന്തായി മാറും? Na+ ആയി മാറും. ഇങ്ങനെ എലമെന്റുകളെല്ലാം ഓരോ ഇലക്ട്രോണുകൾ കളഞ്ഞ് യൂണിപോസിറ്റീവ് അയോണുകളായി മാറാനുള്ള കഴിവുണ്ട്. ഈ ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിപോസിറ്റീവ് അയോണുകൾ എന്ന് പറയും. യൂണിപോസിറ്റീവ് അയോണുകൾ. ഫസ്റ്റ് ഗ്രൂപ്പിലെ എല്ലാ മെമ്പറുകളും റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ ഓരോ ഇലക്ട്രോണുകൾ വീതം കളഞ്ഞ് യൂണിപോസിറ്റീവ് അയോണുകളായി മാറാനുള്ള കഴിവുണ്ട്. ഇനി ഈ സോഡിയം, പൊട്ടാസ്യം, ഇതിനെ സോഡിയത്തിനെയും പൊട്ടാസ്യത്തിനെയും ഒക്കെ തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണ് ഫ്ലെയിം ടെസ്റ്റ്. അതായത് ഫ്ലെയിം ടെസ്റ്റ് നിങ്ങൾ ലാബിൽ ചെയ്തിട്ടുള്ളതാണ്. സോഡിയത്തിനെയും പൊട്ടാസ്യത്തിനെയും ഒക്കെ HCl മിക്സ് ചെയ്ത് നമ്മൾ കത്തിക്കുന്ന സമയത്ത് സോഡിയം എന്ന് പറയുന്ന മെറ്റൽ ഉണ്ടെങ്കിൽ അത് യെല്ലോ കളറിൽ കാണപ്പെടും. പൊട്ടാസ്യം എന്ന് പറയുന്ന മെറ്റൽ ആ കോമ്പൗണ്ടിൽ ഉണ്ടെങ്കിൽ അത് ഏത് കളറിൽ കാണപ്പെടും? വയലറ്റ് കളറിൽ കാണപ്പെടും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ സോഡിയം യെല്ലോ കളർ, അതേപോലെ തന്നെ പൊട്ടാസ്യം വയലറ്റ് കളറാണ്. ലിഥിയം നമ്മുടെ കോമ്പൗണ്ടിൽ ഉണ്ടെങ്കിൽ ഫ്ലെയിം ടെസ്റ്റ് കാണിക്കുമ്പോൾ എന്ത് കളർ കാണപ്പെടും? ക്രിംസൺ റെഡ്, ചക്രവാള സൂര്യന്റെ ചുവപ്പ്, ക്രിംസൺ റെഡ് കളറിൽ കാണപ്പെടും. ഇനി നമ്മുടെ കയ്യിൽ റുബീഡിയം ആണുള്ളതെങ്കിൽ അത് ഫ്ലെയിമിൽ കാണിക്കുന്ന സമയത്ത് അത് റെഡിഷ് വയലറ്റ് കളർ കാണിക്കും. സീഷ്യം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഫ്ലെയിമിൽ അത് HCl മിക്സ് ചെയ്ത് പേസ്റ്റ് ആക്കി നമ്മൾ ഫ്ലെയിമിൽ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ഫ്ലെയിം ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് ബ്ലൂ കളർ ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഓരോ എലമെന്റുകളും നമുക്ക് ഫ്ലെയിം ടെസ്റ്റ് വഴി ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. ഓരോ എലമെന്റുകളും ഫ്ലെയിമിൽ കാണിക്കുമ്പോൾ ഓരോ കളറാണ് കിട്ടുന്നത്. ഇനി സൈസ് കുറയുന്നതിനനുസരിച്ച് ഹൈഡ്രേഷൻ എൻതാൽപ്പി കൂടും. സൈസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഹൈഡ്രേഷൻ എൻതാൽപ്പി. എന്താണ് ഹൈഡ്രേഷൻ എൻതാൽപ്പി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹൈഡ്രേഷൻ എൻതാൽപ്പി എന്ന് വെച്ചാൽ അഡീഷൻ ഓഫ് വാട്ടർ ആണ്. ഒരു വസ്തുവിലേക്ക് വാട്ടർ ആഡ് ചെയ്യുമ്പോൾ കുറച്ച് ഹീറ്റ് റിലീസ് ചെയ്യും. ആ ഹീറ്റിന്റെ അളവിനെയാണ് ഹൈഡ്രേഷൻ എൻതാൽപ്പി എന്ന് വിളിക്കുന്നത്. സൈസും ഹൈഡ്രേഷൻ എൻതാൽപ്പിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറയുന്നു. അതായത് പരീക്ഷയ്ക്ക് ചോദിക്കണം Li+, Na+, K+, Rb+, Cs+. ഇങ്ങനെ ഇത്രയും അയോണുകൾ തന്നിട്ട് ഇതിൽ ഹൈഡ്രേഷൻ എൻതാൽപ്പിയുടെ ഓർഡറിൽ എഴുതാൻ പറയാണ്. ഹൈഡ്രേഷൻ എൻതാൽപ്പി Li+, ഒന്നുകൂടെ പറയാം, Li+, Na+, K+, സോഡിയം പൊട്ടാസ്യം, Rb+, Cs+. ഇതിലെ ഹൈഡ്രേഷൻ എൻതാൽപ്പിയുടെ ഓർഡറിൽ നിങ്ങളുടെ അടുത്ത് എഴുതാൻ പറയാണ്. ഹൈഡ്രേഷൻ എൻതാൽപ്പിയുടെ ഓർഡറിൽ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രേഷൻ എൻതാൽപ്പിയുടെ ഓർഡർ ചെയ്താൽ പറഞ്ഞാൽ സൈസ്, ഞാൻ നേരത്തെ പറഞ്ഞു സൈസ് കൂടുമ്പോൾ ഹൈഡ്രേഷൻ എൻതാൽപ്പി കുറയും. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ സൈസ് കൂടാണ്, സോ ഹൈഡ്രേഷൻ എൻതാൽപ്പി കുറഞ്ഞു വരും. ഹൈഡ്രേഷൻ എൻതാൽപ്പി ഇങ്ങനെ കുറഞ്ഞു വരും. ഏറ്റവും കൂടുതൽ ഹൈഡ്രേഷൻ എൻതാൽപ്പി ഉള്ള ആർക്കാണ്? Li+. ഹൈഡ്രേഷൻ എൻതാൽപ്പി ഏറ്റവും കൂടുതൽ Li+. ഇനി അടുത്തത് ഇലക്ട്രോപോസിറ്റീവ് ക്യാരക്ടർ. അതായത് ഇലക്ട്രോപോസിറ്റീവ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഇലക്ട്രോണുകളെ കളയാനുള്ള കഴിവാണ് ഇലക്ട്രോപോസിറ്റീവ് ക്യാരക്ടർ എന്ന് പറയുന്നത്. അത് ഒരു ഗ്രൂപ്പിലെ എലമെന്റുകൾ ഏതൊക്കെ എടുക്കുന്നു? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഇലക്ട്രോപോസിറ്റീവ് ക്യാരക്ടർ കൂടുതൽ ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുംതോറും
ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ കൂടി വരികയാണ്. ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ കൂടി വരികയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ ഉള്ളത് ആർക്കാണ്? സീഷ്യത്തിനാണ്. അടുത്തത് നമ്മൾ സോലിബിലിറ്റി നോക്കുകയാണെങ്കിൽ, വെള്ളത്തിൽ അലിയാനുള്ള കഴിവ് നമ്മൾ നോക്കുകയാണ്, സോലിബിലിറ്റി നോക്കുകയാണ്. നിങ്ങൾക്ക് തരുന്നത് LiOH, NaOH, KOH, RbOH, CSOH. സോലിബിലിറ്റിയും സൈസ് കൂടുമ്പോൾ സോലിബിലിറ്റിയും എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. OH വരുന്ന കോമ്പൗണ്ടുകളെ നമ്മൾ ഹൈഡ്രോക്സൈഡുകൾ എന്നാണ് വിളിക്കുന്നത്. ലിഥിയം ഹൈഡ്രോക്സൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, റുബീഡിയം ഹൈഡ്രോക്സൈഡ്, സീഷ്യം ഹൈഡ്രോക്സൈഡ്. ഇങ്ങനെ താഴേക്ക് വരുന്തോറും സൈസ് കൂടുന്നു. സൈസ് കൂടിക്കഴിഞ്ഞാൽ സോലിബിലിറ്റി കൂടുന്നു. അതേപോലെ തന്നെയാണ് ബേസിക് ക്യാരക്ടർ. അപ്പോൾ ബേസിക് ക്യാരക്ടറിന്റെ ഓർഡറിൽ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എഴുതും? LiOH ലെസ് ദാൻ, NaOH ലെസ് ദാൻ, KOH ലെസ് ദാൻ, RbOH ലെസ് ദാൻ, CSOH. ക്ലിയർ ആണ്. ഇനി നമുക്ക് കുറച്ച് കോമ്പൗണ്ടുകൾ തന്നിട്ട് ഇപ്പൊ കാർബണേറ്റുകൾ തരികയാണ്. ലിഥിയം കാർബണേറ്റ്, സോഡിയം കാർബണേറ്റ്, പൊട്ടാസ്യം കാർബണേറ്റ്, റുബീഡിയം കാർബണേറ്റ്, ഇങ്ങനെ തരികയാണ്. എന്നിട്ട് ഇതിന്റെ കാർബണേറ്റുകളുടെ സ്റ്റെബിലിറ്റിയെ ബേസ് ചെയ്ത് എഴുതാൻ പറയണം. കാർബണേറ്റുകളുടെ സ്റ്റെബിലിറ്റിയെ ബേസ് ചെയ്ത് എഴുതാൻ പറയണം. കാർബണേറ്റുകളുടെ സ്റ്റെബിലിറ്റിയെ ബേസ് ചെയ്ത് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാലും സൈസ് കൂടുമ്പോൾ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. സൈസ് കൂടുമ്പോൾ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. അതായത് ലിഥിയം കാർബണേറ്റിനെക്കാളും സ്റ്റേബിൾ ആണ് സോഡിയം കാർബണേറ്റ്, അതിനേക്കാളും സ്റ്റേബിൾ ആണ് പൊട്ടാസ്യം കാർബണേറ്റ്, അതിനേക്കാളും സ്റ്റേബിൾ ആണ് എന്ന് പറയുന്നത് റുബീഡിയം കാർബണേറ്റ് എന്ന് പറയുന്നു. ഇനി സോഡിയം ബൈകാർബണേറ്റുകൾ എന്ന് പറയാം. ഇപ്പൊ ലിഥിയം ബൈകാർബണേറ്റ് LiHCO3, സോഡിയം ബൈകാർബണേറ്റ് NaHCO3, പൊട്ടാസ്യം ബൈകാർബണേറ്റ് KHCO3, റുബീഡിയം ബൈകാർബണേറ്റ് RbHCO3, ഇങ്ങനെ തരികയാണ്. ഇവയെ സ്റ്റെബിലിറ്റിയുടെ ഓർഡറിൽ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാലും സൈസ് കൂടുമ്പോൾ സ്റ്റെബിലിറ്റി കൂടുകയാണ്. സോ ഇങ്ങനെ തന്നെയാണ് ആ കാർബണേറ്റുകളുടെയും ബൈകാർബണേറ്റുകളുടെയും സ്റ്റെബിലിറ്റി ഒരേപോലെയാണ്. ഓക്കെ ആണ്. അപ്പൊ ഇത്രയും പോയിന്റുകൾ ഓർത്ത് വെച്ചിരിക്കുക. ഹൈഡ്രേഷൻ എന്താൽപ്പിയുടെ ഓർഡർ, ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടറിന്റെ ഓർഡർ, സോലബിലിറ്റിയുടെ ഓർഡർ, ബേസിക് ക്യാരക്ടറിന്റെ ഓർഡർ, സ്റ്റെബിലിറ്റിയുടെ ഓർഡർ. ഇനി നമുക്ക് അടുത്ത നോക്കേണ്ട കുറച്ച് റിയാക്ഷൻസ് ആണ്. ഫസ്റ്റ് ഗ്രൂപ്പ് മെറ്റലുകൾ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഗ്രൂപ്പ് മെറ്റലുകൾ നമുക്ക് M എന്ന് കാണിക്കാം. MOH ഉണ്ടാവും, ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവും. മെറ്റലുകൾ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ MOH ഹൈഡ്രജൻ. ഇപ്പൊ സോഡിയം ആണെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജൻ ഗ്യാസും. ഇനി ക്ലോറിനുമായിട്ടോ ബ്രോമിനുമായിട്ടോ ഒക്കെ X2മായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, X2 എന്ന് പറയുന്നത് ഏതൊക്കെ വരാം? ക്ലോറിൻ വരാം, ബ്രോമിൻ വരാം, അയഡിൻ വരാം, ഏത് വേണോ വരാം. റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ MX ഉണ്ടാവും. MX മെറ്റൽ ഹാലൈഡുകൾ ഉണ്ടാവും. ഇനി ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാലോ മെറ്റൽ ഹൈഡ്രൈഡുകൾ ഉണ്ടാവും. MH ഉണ്ടാവും. അതായത് ഫോർ എക്സാമ്പിൾ സോഡിയം പ്ലസ് H2 gives NaH2NaH. ഇനി പൊട്ടാസ്യം പ്ലസ് H2 gives KH, 2KH, 2K plus H2 gives 2KH. ഇങ്ങനെ മെറ്റൽ ഹൈഡ്രൈഡുകൾ ഉണ്ടാവും. വാട്ടറുമായി റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റൽ ഹൈഡ്രോക്സൈഡുകൾ ഉണ്ടാവും. ഹാലജനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റൽ ഹാലൈഡുകൾ ഉണ്ടാവും. ഇനി ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റൽ ഹൈഡ്രൈഡുകൾ ഉണ്ടാവും. ഇനി 15ാമത്തെ ഗ്രൂപ്പ് എലമെന്റുകളുമായിട്ട് ചേരാൻ കേട്ടോ. 15ാമത്തെ ഗ്രൂപ്പ് എലമെന്റുകളുമായിട്ട് ചേർന്നാൽ M3 X ടൈപ്പ് കോമ്പൗണ്ടുകൾ ഉണ്ടാവും. M എന്ന് പറയുന്നത് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ് ആണ്. X എന്ന് പറയുന്നത് 15ാമത്തെ ഗ്രൂപ്പ് എലമെന്റ് ആണ്. 15ാമത്തെ ഗ്രൂപ്പ് എലമെന്റ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? നൈട്രജൻ, ഫോസ്ഫറസ്, ആഴ്സനിക്, ആന്റിമണി. ഇതെല്ലാമാണ് നമുക്ക് Xന് പകരം കൊടുക്കാൻ പറ്റുന്നത്. Mന് പകരം കൊടുക്കാൻ പറ്റുന്ന ഏതൊക്കെയുണ്ട്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം എല്ലാം നമുക്ക് Mന് പകരം കൊടുക്കാം. ഫോർ എക്സാമ്പിൾ നമുക്ക് എഴുതാം. M3X അല്ലേ? Mന് പകരം K വരുന്നു. അപ്പൊ K3. അതേപോലെ Xന് പകരം P വരുന്നു. അപ്പൊ K3P. പൊട്ടാസ്യം ഫോസ്ഫൈഡ് എന്ന് പറയും. ഇനി ഇത് സോഡിയം സ്റ്റിൽബൈനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ആന്റിമണിയുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ Na3SB. ഇങ്ങനെയൊക്കെയുള്ള കോമ്പൗണ്ടുകൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അതായത് M എന്ന് പറയുന്ന ഫസ്റ്റ് ഗ്രൂപ്പ്, X എന്ന് പറയുന്നത് 15ാമത്തെ ഗ്രൂപ്പ് എലമെന്റ്. ഇനി അമോണിയമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാലോ? അമോണിയമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ MnH2 എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാവും. MnH2 എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാവും. പ്ലസ് ഹാഫ് H2 മെറ്റൽ അമൈഡുകൾ ഉണ്ടാവും. മെറ്റൽ അമൈഡുകൾ അമോണിയമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ റിയാക്ഷൻ ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഏത് മെറ്റൽ നിങ്ങൾ അമോണിയയിൽ എടുത്തിട്ട് കഴിഞ്ഞാലും, ഇപ്പൊ ഫസ്റ്റ് ഗ്രൂപ്പിലെ ഏത് മെറ്റൽ എടുത്തിട്ട് അമോണിയമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാലും മെറ്റൽ അമൈഡുകൾ ഉണ്ടാവും. ആ റിയാക്ഷൻ ഒരു പ്രത്യേകത ഉണ്ട്. അതായത് ഫസ്റ്റ് ഗ്രൂപ്പിലെ ഏത് മെറ്റൽ എടുത്ത് നിങ്ങൾ അമോണിയ സൊല്യൂഷനിൽ ഇട്ടിട്ട് കഴിഞ്ഞാലും ബ്ലൂ കളർ ഉണ്ടാവും.
ഫസ്റ്റ് ഗ്രൂപ്പിലെ ഏത് മെറ്റൽ എടുത്ത് അമോണിയ സൊല്യൂഷൻ ഇട്ട് കഴിഞ്ഞാലും ബ്ലൂ കളർ ഉണ്ടാവും. കാരണം MnS3X പ്ലസ് YNS3 ENS3Y മൈനസ്. ENS3Y മൈനസ്. ഈ രണ്ട് കോമ്പൗണ്ടുകൾ ഉണ്ടാകുന്നത് കൊണ്ടാണ്, അതായത് M+X+Y NS3, എക്സ് വൈ എന്നൊക്കെ പറയുന്ന സൈഡിലുള്ള എഴുതുന്ന നമ്പറുകളാണ്, ബാലൻസ് എഴുതുന്ന നമ്പറുകളാണ്. മെറ്റൽ അമോണിയമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ MnS3X പ്ലസും ENS3Y മൈനസും ഉണ്ടാവും. ഇതിനെ വിളിക്കുന്ന പേര് അമോണിയക്കൽ കാറ്റയോൺ എന്നാണ്. ഇതിനെ വിളിക്കുന്ന പേര് അമോണിയേറ്റഡ് ഇലക്ട്രോൺ എന്നാണ്. അപ്പോൾ അമോണിയക്കൽ കാറ്റയോണും അമോണിയേറ്റഡ് ഇലക്ട്രോണും. മെറ്റൽ അമോണിയമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അമോണിയക്കൽ കാറ്റയോണും അമോണിയേറ്റഡ് ഇലക്ട്രോണും ഉണ്ടാവുന്നുവെങ്കിൽ, മെറ്റൽ അമോണിയമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അമോണിയക്കൽ കാറ്റയോണും അമോണിയേറ്റഡ് ഇലക്ട്രോണും ഉണ്ടാവും. ഈ അമോണിയേറ്റഡ് ഇലക്ട്രോൺ ഉണ്ടാവുന്നത് കൊണ്ടാണ് ഇതിന് എന്ത് കളർ വരുന്നത്? ബ്ലൂ കളർ വരുന്നത്. അപ്പോൾ ഓർത്ത് വെച്ചിരിക്കുക, മെറ്റൽ അമോണിയമായിട്ട് ചേർക്കുമ്പോൾ അമോണിയക്കൽ കാറ്റയോൺ ഉണ്ടാവുന്നുണ്ട്, അമോണിയേറ്റഡ് ഇലക്ട്രോൺ ഉണ്ടാവുന്നുണ്ട്. ഈ അമോണിയേറ്റഡ് ഇലക്ട്രോൺ ഉണ്ടാവുന്നത് കൊണ്ടാണ് അതിന് എന്ത് കളർ വരുന്നത്? ബ്ലൂ കളർ വരുന്നത്. ഇനി ഫസ്റ്റ് ഗ്രൂപ്പിലെ മെറ്റലുകൾ കാർബണുമായി ചേർന്നാൽ, ഇപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിലെ ലിഥിയം കാർബണുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ Li2C2 എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാവും. ലിഥിയവുമായിട്ട് മാത്രമേ ഫസ്റ്റ് ഗ്രൂപ്പിലെ ലിഥിയവുമായിട്ട് മാത്രമേ ആര് റിയാക്ട് ചെയ്യത്തുള്ളൂ? കാർബൺ റിയാക്ട് ചെയ്യത്തുള്ളൂ. ഇനി ഫസ്റ്റ് ഗ്രൂപ്പിലെ ലിഥിയവുമായിട്ട് നൈട്രജൻ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ Li3N ഉണ്ടാവും. ആകെ നൈട്രജനുമായിട്ട് റിയാക്ട് ചെയ്യുന്ന ഫസ്റ്റ് ഗ്രൂപ്പ് മെറ്റൽ എന്ന് പറയുന്നത് ഏതാണ്? ലിഥിയം മാത്രമേ ഉള്ളൂ. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ലിഥിയം നൈട്രൈഡ് എന്നാണ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ലിഥിയം നൈട്രൈഡ് എന്നും, Li2C2 നമ്മൾ വിളിക്കുന്ന പേര് ലിഥിയം കാർബൈഡ് എന്നുമാണ്. ലിഥിയം കാർബൈഡ് എന്നുമാണ് വിളിക്കുന്നത്. ഇനി മെറ്റലുകൾ ഹാലജനുമായി ചേർന്നാൽ മെറ്റൽ ഹാലൈഡ് ഉണ്ടാവും. അപ്പൊ സോഡിയം ക്ലോറിനുമായിട്ട് ചേർന്നാൽ എന്തുണ്ടാവും? NaCl ഉണ്ടാവും. 2Na + Cl2 gives 2NaCl. പൊട്ടാസ്യം ബ്രോമിനുമായിട്ട് ചേർന്നാൽ എന്തുണ്ടാവും? KBr ഉണ്ടാവും. 2K + Br2 gives 2KBr, പൊട്ടാസ്യം ബ്രോമൈഡ്. ഇനി റുബീഡിയം ക്ലോറിനുമായിട്ട് ചേർന്നാൽ എന്തുണ്ടാവും? RbCl ഉണ്ടാവും. 2Rb + Cl2 gives 2RbCl. അപ്പൊ ഇങ്ങനെയുള്ള ഹാലൈഡുകൾ ഇഷ്ടം പോലെ ഉണ്ടാവുന്നുണ്ട്. ഇനി മെറ്റൽ അമോണിയ, ഞാൻ പറഞ്ഞല്ലോ, ഏതൊരു മെറ്റലിനെ ഫസ്റ്റ് ഗ്രൂപ്പിലെ ഏതൊരു മെറ്റലിനെ അമോണിയ സൊല്യൂഷനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ ഉണ്ടാവും? അമോണിയേറ്റഡ് കാറ്റയോൺ അമോണിയക്കൽ കാറ്റയോൺ ഉണ്ടാവും, അമോണിയേറ്റഡ് ഇലക്ട്രോൺ ഉണ്ടാവും. ഈ അമോണിയേറ്റഡ് ഇലക്ട്രോൺ ഉണ്ടാവുന്നത് കൊണ്ടാണ് അത് കളർ കാണിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. എന്ത് കളറാണ് കാണിക്കുന്നത്? ബ്ലൂ കളറാണ് കാണിക്കുന്നത്. ഈ സാധനം ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഈ വസ്തു എന്ന് പറയുന്നത് പാരാമാഗ്നറ്റിക് ആയിരിക്കും. കാരണം ഇതിനകത്ത് ഈ ഒരു മോളിക്യൂളിനകത്ത് ഒരു ഒറ്റ ഇലക്ട്രോൺ, ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺ ഇരിക്കുന്നത് കാണാൻ കഴിയും. സോ അമോണിയേറ്റഡ് ഇലക്ട്രോൺ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഈ സൊല്യൂഷൻ, ദ മെറ്റൽ സൊല്യൂഷൻ ഓഫ് അമോണിയ വിൽ ബി ബ്ലൂ ഇൻ കളർ എന്ന് നമുക്ക് പറയാൻ കഴിയും. ദെൻ അടുത്തത് നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, അടുത്ത നമ്മൾ സ്റ്റെബിലിറ്റിയെ പറ്റിയൊക്കെ പറഞ്ഞു. അടുത്ത നമുക്ക് കോമ്പൗണ്ടുകളെ പറ്റി പഠിക്കാം. സോഡിയത്തിന്റെ കോമ്പൗണ്ടുകൾ, ലിഥിയത്തിന്റെ കോമ്പൗണ്ടുകൾ. ലിഥിയത്തിന്റെ കോമ്പൗണ്ടുകളെ പറ്റി ടെക്സ്റ്റിൽ ഇല്ല. സോഡിയത്തിന്റെ കോമ്പൗണ്ടുകളെ പറ്റി ഉണ്ട്. സോഡിയം കാർബണേറ്റ് Na2CO3.8H2O, അതിനെ വിളിക്കുന്ന പേരാണ് സോഡിയം കാർബണേറ്റ് എന്ന് പറയും. സോഡിയം കാർബണേറ്റ് എന്ന് പറയും. അല്ലെങ്കിൽ മറ്റൊരു പേരാണ് വാഷിംഗ് സോഡ. സോഡിയം കാർബണേറ്റിന് മറ്റൊരു പേരാണ് വാഷിംഗ് സോഡ എന്ന് പറയും. Na2CO3.10H2O, Na2CO3.10H2O, അതിനെ 10H2 ആണ്, 8H2 അല്ല, 10H2. അതിനെ വിളിക്കുന്ന പേര് വാഷിംഗ് സോഡ എന്നാണ്. ദെൻ Na2CO3 മാത്രം വന്നു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേര് സോഡ ആഷ് എന്നാണ്. വാട്ടർ കണ്ടന്റ് ഇല്ലാത്ത സോഡിയം കാർബണേറ്റിനെ സോഡ ആഷ് എന്ന് വിളിക്കുന്നു. ദെൻ NaOH കാസ്റ്റിക് സോഡ എന്ന് വിളിക്കും. NaOH നമ്മൾ വിളിക്കുന്ന പേര് കാസ്റ്റിക് സോഡ എന്നാണ്. ദെൻ NaHCO3 സോഡിയം ബൈകാർബണേറ്റ്. സോഡിയം ബൈകാർബണേറ്റിനെ നമ്മൾ ബേക്കിംഗ് സോഡ എന്ന് വിളിക്കും. സോഡിയം ബൈകാർബണേറ്റിനെ നമ്മൾ എന്ത് പേര് വിളിക്കും? ഇവിടെ ബേക്കിംഗ് സോഡ എന്ന് വിളിക്കും. ഓക്കെ. ഇനി നമുക്ക് ഓരോ കോമ്പൗണ്ടുകളായിട്ട് നോക്കാം. സോഡിയം കാർബണേറ്റിന്റെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ Na2CO3.10H2O, അതിനെ ഇൻഡസ്ട്രിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് സോൾവേ പ്രോസസ് എന്നാണ്. സോൾവേ പ്രോസസ്, അല്ലെങ്കിൽ മറ്റൊരു പേര് അമോണിയ സോഡ പ്രോസസ് എന്നാണ്. അമോണിയ സോഡ പ്രോസസ് അല്ലെങ്കിൽ സോൾവേ പ്രോസസ് എന്നാണ് നമ്മൾ എന്തിനെ വിളിക്കുന്നത്? സോഡിയം കാർബണേറ്റിന്റെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനെ വിളിക്കുന്നത്. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമോണിയയും കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറും കൂടെ ചേർക്കും. അപ്പോൾ എന്ത് കിട്ടും? അമോണിയം കാർബണേറ്റ് കിട്ടും. NH4 CO3, അതിനെ അമോണിയം കാർബണേറ്റ് എന്ന് വിളിക്കും.
ഈ അമോണിയം കാർബണേറ്റിനെ പിന്നെയും കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറുമായി ചേർത്ത് അമോണിയം ബൈകാർബണേറ്റ് കിട്ടും. ഈ അമോണിയം ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? അമോണിയം കാർബണേറ്റ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് അമോണിയം ബൈകാർബണേറ്റ് എന്നാണ്. ഈ അമോണിയം കാർബണേറ്റും അമോണിയം ബൈകാർബണേറ്റും കിട്ടും. അമോണിയം ബൈകാർബണേറ്റിലേക്ക് സോഡിയം ക്ലോറൈഡ് ചേർത്ത് ചൂടാക്കി കഴിഞ്ഞാൽ HCO3യും എണ്ണയും കൂടെ ചേരും. എണ്ണയും HCO3 ചേർന്ന് എന്താവും? NaHCO3 ആവും. പ്ലസ് NH4ഉം Clഉം കൂടെ ചേർന്ന് എന്തായിട്ട് മാറും? NH4Cl ആയിട്ട് മാറും. NH4 twice HCO3 അല്ല, NH4 HCO3. NH4HCO3. ഈ NH4HCO3യും അമോണിയം ബൈകാർബണേറ്റ് NaCl ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ എണ്ണയും HCO3 ചേർന്ന് എന്താവും? NaHCO3 അല്ലെങ്കിൽ സോഡിയം ബൈകാർബണേറ്റ് ആവും. NH4ഉം Clോട് ചേർന്ന് എന്തായിട്ട് മാറും? NH4Cl ആവും. ഈ NaHCO3 അല്ലെങ്കിൽ സോഡിയം ബൈകാർബണേറ്റ് ചൂടായി കഴിഞ്ഞാൽ Na2CO3 ഉണ്ടാവും. സോഡിയം കാർബണേറ്റ്. അങ്ങനെയാണ് നമുക്ക് സോഡിയം കാർബണേറ്റ് ഉണ്ടാക്കാൻ കഴിയുന്നത്. ഇനി ഇവിടെ NaCl വരാൻ പൊട്ടാസ്യം ക്ലോറൈഡ് ചേർത്തിരുന്നെങ്കിൽ ഇവിടെ KHCO3 വരുമായിരുന്നില്ലേ? KHCO3 വരുമായിരുന്നെങ്കിൽ അതിനെ ചൂടാക്കുമ്പോൾ Na2CO3 കിട്ടുന്നതിന് പകരം K2CO3 കിട്ടൂലായിരുന്നു? ഞാൻ പറഞ്ഞ മനസ്സിലായോ? NaClന് പകരം KCl ഉപയോഗിച്ചിരുന്നെങ്കിൽ NaHCO3ക്ക് പകരം KHCO3 കിട്ടുമായിരുന്നു. ഇവിടെ KHCO3 ആണ് കിട്ടിയിരുന്നെങ്കിൽ KHCO3 ചൂടാക്കുമ്പോൾ K2CO3 കിട്ടുമായിരുന്നില്ലേ? പക്ഷെ അങ്ങനെ ഉണ്ടാവത്തില്ല. K2CO3 നമുക്ക് അങ്ങനെ ഉണ്ടാക്കാനായിട്ട് കഴിയില്ല. കാരണം എന്ത്? പൊട്ടാസ്യം കാർബണേറ്റിനെ സോൾവേ പ്രോസസ് അല്ലെങ്കിൽ അമോണിയ സോഡ പ്രോസസ് എന്ന് പറയുന്ന പ്രോസസ്സ് വഴി നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊട്ടാസ്യം കാർബണേറ്റ് വാട്ടർ സോലുബിൾ ആണ്. വാട്ടർ സോലുബിൾ ആയിട്ടുള്ള ഒരു വസ്തുവിനെ നമുക്ക് വാട്ടർ മീഡിയത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. ഓക്കെ, പൊട്ടാസ്യം കാർബണേറ്റ് ഉണ്ടായാൽ തന്നെ വെള്ളത്തിൽ അലിഞ്ഞു പോവുകയും ചെയ്യും. ഇനി സോഡിയം ഹൈഡ്രോക്സൈഡ് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് അടുത്തത് നമുക്ക് ഇവിടെ നമുക്ക് ഈ അടുത്ത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ സോഡിയം ബൈകാർബണേറ്റ് നമുക്ക് പഠിക്കാനുണ്ടേ. സോഡിയം ബൈകാർബണേറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ. എങ്ങനെയാണ് സോഡിയം ബൈകാർബണേറ്റ് അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? അമോണിയം ബൈകാർബണേറ്റ് സോഡിയം ക്ലോറൈഡ് ചേർത്ത് ചൂടാക്കിയാൽ മതി. അപ്പൊ എന്ത് കിട്ടും? നമുക്ക് സോഡിയം ബൈകാർബണേറ്റ് കിട്ടും. അപ്പൊ അതവിടെ പഠിച്ചു കഴിഞ്ഞു. ഇനി സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനെ വിളിക്കുന്ന പേര് ഓർത്തു വെച്ചിരിക്കുക, കാസ്റ്റനർ-കെൽനർ പ്രോസസ്. സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനെ നമ്മൾ വിളിക്കുന്ന പേര് കാസ്റ്റനർ-കെൽനർ പ്രോസസ് എന്നാണ്, അല്ലെങ്കിൽ ഇലക്ട്രോളിസിസ് ഓഫ് ബ്രൈൻ സൊല്യൂഷൻ എന്നാണ്. ഇലക്ട്രോളിസിസ് എന്ന് കറണ്ട് പാസ് ചെയ്യും. ഏതിലേക്ക്? ബ്രൈൻ സൊല്യൂഷനിലേക്ക്. എന്താ ബ്രൈൻ സൊല്യൂഷൻ? സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബ്രൈൻ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണ്? ഈ സോഡിയം കാർബണേറ്റിന്റെ കുറച്ച് റിയാക്ഷൻസ് പറയാം. സോഡിയം കാർബണേറ്റിനെ നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോഡിയം ഹൈഡ്രോക്സൈഡ് കിട്ടും. സോഡിയം ഹൈഡ്രോക്സൈഡും H2CO3 കിട്ടും. H2CO3 നമ്മൾ വിളിക്കുന്ന പേര് കാർബോണിക് ആസിഡ് എന്നാണ്. H2CO3 നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? കാർബോണിക് ആസിഡ്. ഈ സോഡിയം കാർബണേറ്റിനെ നമ്മൾ സോഡിയം ക്ലോറൈഡുമായിട്ട് ചേർത്ത് ചൂടാക്കി കഴിഞ്ഞാൽ ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് ചേർത്ത് ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് സോഡിയം ക്ലോറൈഡും വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും ഇതിലേക്ക് നമ്മൾ സൾഫർ ഡൈ ഓക്സൈഡ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ സോഡിയം സൾഫേറ്റ് കിട്ടും. Na2SO3. സോഡിയം സൾഫേറ്റ് കിട്ടും. സോഡിയം സൾഫൈറ്റ് കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ H2 വാട്ടർ ആഡ് ചെയ്യുന്നു, സൾഫർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ Na2S2O3 കിട്ടും. Na2S2O3 നമ്മൾ വിളിക്കുന്ന പേരാണ് സോഡിയം തയോസൾഫേറ്റ്. കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാൽഷ്യം കാർബണേറ്റ് കിട്ടും. ഇനി ഇതിനെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാലോ 370 Na2CO3.10H2O ആണ് കേട്ടോ. ഇതിനെ നമ്മൾ 373 കെൽവിനിൽ ചൂടാക്കി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് 10 വാട്ടറിൽ നിന്ന് 9 വാട്ടർ മോളിക്യൂൾ പോകും. ബാക്കി എന്താവും? Na2CO3.H2O എന്നായിട്ട് മാറും. ഇതിനെ നമ്മൾ പിന്നെയും ചൂടാക്കുകയാണെങ്കിൽ അതിലുള്ള ബാക്കിയുള്ള വാട്ടറോടെ പോയിട്ട് Na2CO3 ആയിട്ട് മാറും. ഓർത്ത് വെച്ചിരിക്കുക, Na2CO3.10H2O നമ്മൾ 373 കെൽവിനിൽ ചൂടാക്കുകയാണെങ്കിൽ Na2CO3.1H2O ആവും. അതിനെ പിന്നെയും ചൂടാക്കുകയാണെങ്കിൽ വേറെ Na2CO3 ആയിട്ട് മാറും. ഇനി
ഈ Na2CO3.10H2ലേക്ക് നമ്മൾ പിന്നെയും കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് പാസ് ചെയ്യുന്നു. വാട്ടറിന്റെ പ്രസൻസിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സോഡിയം ബൈകാർബണേറ്റ് ആയിട്ട് മാറും, അതായത് NaHCO3 ആയിട്ട് മാറും. ഇത്രയധികം റിയാക്ഷൻസ് ഉണ്ട്. റിയാക്ഷൻസ് എഴുതാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഇത്രയും റിയാക്ഷൻസ് നിങ്ങൾ എഴുതിയെടുക്കുക. ഇനി സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റുകളിലേക്ക് പോകാം. സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സ് എന്ന് പറയുന്നതിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS2 ആണ്. അതിൽ വരുന്നത് ബെർലിയം, മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം. ഇതിൽ ബെർലിയവും മഗ്നീഷ്യവും ഫ്ലെയിം ടെസ്റ്റ് കാണിക്കില്ല, ഫ്ലെയിം കളറേഷൻ ഇല്ല, നോ കളർ ടുവേർഡ്സ് എ ഫ്ലെയിം. ഇവിടെയും നോ കളറാണ്. കാൽഷ്യം എന്ന് പറയുന്നത് ബ്രിക്ക് റെഡ് കളറാണ്, ഫ്ലെയിം ടെസ്റ്റ് നടത്തുമ്പോൾ ബ്രിക്ക് റെഡ് കളർ. സ്ട്രോൺഷ്യം എന്ന് പറയുന്നത് ക്രിംസൺ റെഡ് കളറാണ്, ക്രിംസൺ റെഡ് കളറാണ് ഫ്ലെയിം ടെസ്റ്റിൽ കാണിക്കുന്നത്. ബേരിയം എന്ന് പറയുമ്പോൾ ആപ്പിൾ ഗ്രീൻ കളർ ഓർ ഗ്രാസി ഗ്രീൻ കളർ. ഈ രണ്ട് കളറും കാണിക്കാറുണ്ട്. ഗ്രാസി ഗ്രീൻ കളർ ഓർ ആപ്പിൾ ഗ്രീൻ കളറാണ് ബേരിയം കാണിക്കുന്നത്. ഇനി എന്തുകൊണ്ട് ബെർലിയവും മഗ്നീഷ്യവും കളർ കാണിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഫ്ലെയിം ടെസ്റ്റ് എന്താണെന്ന് അറിയുക. ഒരു വസ്തുവിനെ നമ്മൾ HCl-മായി ചേർത്ത് പേസ്റ്റ് ആക്കി ഫ്ലെയിമിലേക്ക് കാണിക്കുന്ന സമയത്ത് ആ ഒരു എല്ലാ വസ്തുക്കളുടെ അകത്ത് ഷെല്ലുകളുണ്ട്. നമ്മൾ ഫ്ലെയിമിലേക്ക് കാണിക്കുമ്പോൾ അതിലെ ഇലക്ട്രോണുകൾക്ക് ചൂട് അല്ലെങ്കിൽ ഹീറ്റ് എനർജി കിട്ടുകയും അത് ഹയർ ഷെല്ലുകളിലേക്ക് പോവുകയും ചെയ്യും. എങ്ങോട്ട് പോയാലും ആ ഇലക്ട്രോൺ തിരിച്ച് പഴയ ഷെല്ലിലേക്ക് വരാൻ ശ്രമിക്കും. അതിനെ നമ്മൾ ഇലക്ട്രോണിക് ട്രാൻസിഷൻ എന്നൊക്കെയാണ് പറയുന്നത്. ഒരു താഴെയുള്ള ഷെല്ലിലിരിക്കുന്ന ഒരു ഇലക്ട്രോണിലേക്ക് എനർജി വന്ന് ഹീറ്റ് എനർജി കൊടുക്കുന്ന സമയത്ത് ആ ഇലക്ട്രോണിന് എനർജി കിട്ടുകയും ആ ഇലക്ട്രോൺ എക്സൈറ്റ് ചെയ്യുകയും ഹയർ ഷെല്ലിലേക്ക് പോവുകയും ചെയ്യും. ഇങ്ങനെ ഷെല്ലിലേക്ക് പോകും. എങ്ങോട്ട് പോയാലും ആ ഇലക്ട്രോൺ തിരിച്ച് പഴയ ഷെല്ലിലേക്ക് വരണമെങ്കിൽ എനർജി റിലീസ് ചെയ്യണം. ഏത് കളറിന്റെ രൂപത്തിലാണോ എനർജി റിലീസ് ചെയ്യുന്നത് ആ കളറിലാണ് നമ്മൾ ആ വസ്തുവിനെ കാണുന്നത്. ഓർത്തു വെച്ചിരിക്കുക, ഫ്ലെയിം ടെസ്റ്റിലെ ഹയർ എക്സൈറ്റഡ് ലെവലിൽ നിന്ന് ഇലക്ട്രോൺ ലോവർ ലെവലിലേക്ക് വരുമ്പോൾ എമിറ്റ് ചെയ്യുന്ന കളർ എന്ന് പറയുന്നത് ഏത് കളറിലാണോ നമ്മൾ ആ വസ്തുവിനെ ആ കളറിലാണ് കാണുന്നത്. എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്നും മുകളിലത്തെ ലെവലിൽ നമ്മൾ വിളിക്കുന്ന പേര് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ്. എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്നും താഴത്തെ സ്റ്റേറ്റ് ആയ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് ഇലക്ട്രോൺ തിരിച്ചു വരുമ്പോൾ കളയുന്ന എനർജി ഏത് എനർജിയുടെ രൂപത്തിലാണോ ആ എനർജിയുടെ രൂപത്തിലാണ് നമ്മൾ ഫ്ലെയിം കളറേഷൻ കാണുന്നത്. ബെർലിയവും മഗ്നീഷ്യവും ചെറിയ ആറ്റങ്ങളാണ്, സൈസ് ചെറുതാണ്. കുഞ്ഞു സൈസ് ആയതുകൊണ്ട് ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്ഷൻ വളരെ കൂടുതലാണ്. അപ്പോൾ അവിടെ ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കില്ല. ഈ ഇലക്ട്രോൺ ന്യൂക്ലിയസിന്റെ അട്രാക്ഷന് പിടിച്ചിരിക്കും. അതുകൊണ്ട് ഇലക്ട്രോൺ മുകളിലത്തെ ഷെല്ലുകളിലേക്ക് പോകാനുള്ള സാധ്യത ഇല്ല. അപ്പോൾ ഓർത്തു വെച്ചിരിക്കുക, ഇവിടെ ഇലക്ട്രോണിക് ട്രാൻസിഷൻ എന്ന് പറയുന്ന പോസിബിലിറ്റി ഇല്ല. ലോവർ ലെവലിൽ നിന്നും ഹയർ ലെവലിലേക്ക് ഇലക്ട്രോണുകൾ മൂവ് ചെയ്താൽ മാത്രമേ ഏതൊരു വസ്തുവും ഫ്ലെയിമിൽ കാണിക്കുമ്പോൾ കളറുകൾ കാണിക്കത്തുള്ളൂ. ഇനി ഈ ആൽക്കലൈൻ എർത്ത് മെറ്റലുകളുടെ കുറച്ച് റിയാക്ഷൻസ് നമുക്ക് നോക്കാം. സെക്കൻഡ് ഗ്രൂപ്പ് മെറ്റലുകളുടെ ചാർജ് എപ്പോഴും M2+ എന്നാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ കാൽഷ്യം 2+, മഗ്നീഷ്യം 2+, സ്ട്രോൺഷ്യം 2+ എന്ന് എഴുതും. അതായത് ഇവരെല്ലാം റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ 2 ഇലക്ട്രോണുകൾ കളയുകയാണ് ചെയ്യുന്നത്. ഇവരും നല്ല റെഡ്യൂസിങ് ആയിട്ടുള്ള ആൾക്കാരാണ്. എന്താണ് റെഡ്യൂസിങ് ആയിട്ടുള്ള ആൾക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ? റെഡ്യൂസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണുകൾ കളയുന്ന ആൾക്കാരാണ്. ദേ ആർ ഗുഡ് റെഡ്യൂസിങ് ഏജന്റ്സ്. ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റുകളും നല്ല റെഡ്യൂസിങ് ഏജന്റുകളാണ്. ബിക്കോസ് ദേ വിൽ ഡൊണേറ്റ് ഇലക്ട്രോൺ വെൻ ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ. കെമിക്കൽ റിയാക്ഷനുകളിൽ പങ്കെടുക്കുന്ന സമയത്ത് അവര് എന്തിനെ റിലീസ് ചെയ്യും? ഇലക്ട്രോണുകളെ റിലീസ് ചെയ്യും. സോ അതും നല്ല റെഡ്യൂസിങ് ഏജന്റുകളാണ്. ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റുകൾ നല്ല റെഡ്യൂസിങ് ഏജന്റുകളാണ്. അതേപോലെ സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റുകളും നല്ല റെഡ്യൂസിങ് ഏജന്റുകളാണ്. പക്ഷേ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ് ആർ മോർ റെഡ്യൂസിങ്, ദേ ഹാവ് മോർ റെഡ്യൂസിങ് പവർ ആസ് കമ്പയർഡ് ടു സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സ്. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റുകളുടെ റെഡ്യൂസിങ് പവർ എന്ന് പറയുന്നത് സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റുകളുടെ റെഡ്യൂസിങ് പവറിനേക്കാളും വളരെ കൂടുതലായിരിക്കും. ഇനി നമുക്ക് ഇവയുടെ കുറച്ച് റിയാക്ഷൻസ് നോക്കാം. സെക്കൻഡ് ഗ്രൂപ്പിലെ മെറ്റലിനെ ഞാൻ M എന്നെടുത്തു. സെക്കൻഡ് ഗ്രൂപ്പിലെ ഏതെങ്കിലും ഒരു മെറ്റലിനെ ഞാൻ എന്തെന്നെടുത്തു? M എന്നെടുത്തു. ഇത് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ MOH ടോയ്സ് ഉണ്ടാവുന്നു, മെറ്റൽ ഹൈഡ്രോക്സൈഡ് ഉണ്ടാവുന്നു. അതേപോലെ ഇത് HCl-ഉമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ MCl2ഉം H2 ഉണ്ടാവും, മെറ്റൽ ക്ലോറൈഡ് ഉണ്ടാവും. അതേപോലെ സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് ആണ് ഇത് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ, സോഡിയം ഹൈഡ്രോക്സൈഡ് പ്ലസ് വാട്ടർ, സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനുമായിട്ടാണ് മെറ്റൽ റിയാക്ട് ചെയ്യുന്നതെങ്കിൽ Na2BeOH 4 ടൈംസ് പ്ലസ് H2 എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാവും.
ഓർക്കുക, സെക്കൻഡ് ഗ്രൂപ്പിലെ മെറ്റലുകൾ സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനുമായി റിയാക്ട് ചെയ്യുമ്പോൾ Na2BeOH 4 ടൈംസ് സോഡിയം ബെർലിയം ഹൈഡ്രൈഡ് പ്ലസ് ഹൈഡ്രജൻ. ഇവിടെ സെക്കൻഡ് ഗ്രൂപ്പിലെ ബെർലിയം എന്ന് പറയുന്ന മെറ്റൽ മാത്രമേ റിയാക്ട് ചെയ്യൂ. ബെർലിയം വിൽ ഓൺലി റിയാക്ട്. ബെർലിയം എന്ന് പറയുന്ന മെറ്റൽ മാത്രം സോഡിയം ഹൈഡ്രോക്സൈഡും വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ Na2BeOH 4 ടൈംസ് പ്ലസ് ഹൈഡ്രജൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാവും. വേറെ ഒരു കാൽഷ്യമോ സ്ട്രോൺഷ്യമോ ഒന്നും അവിടെ എന്ത് ചെയ്യത്തില്ല, റിയാക്ട് ചെയ്യത്തില്ല. അതുപോലെ മെറ്റൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ മെറ്റൽ ഓക്സൈഡ് ഉണ്ടാവും. മെറ്റൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ മെറ്റൽ ഓക്സൈഡ്, അതായത് ലിഥിയം കാൽഷ്യം ഓക്സൈഡ്, ബെർലിയം ഓക്സൈഡ്, ഇങ്ങനെയൊക്കെ ഉള്ള കോമ്പൗണ്ടുകൾ ഉണ്ടാവും. ദീസ് ആർ ഹൈലി തെർമലി സ്റ്റേബിൾ. തെർമലി സ്റ്റേബിൾ, ഹൈലി സ്റ്റേബിൾ ആയിട്ടുള്ള മോളിക്യൂളുകളാണ് എന്ന് പറയുന്നത് കാൽഷ്യം ഓക്സൈഡ്, ബെർലിയം ഓക്സൈഡ് തുടങ്ങിയ മോളിക്യൂളുകൾ. ഇനി ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ വി ആർ ഗെറ്റിംഗ് ഹൈഡ്രൈഡ് MH2, എക്സാമ്പിൾ CaH2, SrH2, MgH2, ഇങ്ങനെയൊക്കെയുള്ള കോമ്പൗണ്ടുകൾ ഇഷ്ടംപോലെ ഉണ്ടാവും. ഇനി നൈട്രജനുമായി ചേർന്ന് കഴിഞ്ഞാൽ M3N2 ടൈപ്പ് കോമ്പൗണ്ടുകൾ ഉണ്ട്. അതായത് Ca3N2, Mg3N2, ഇങ്ങനെയുള്ള കോമ്പൗണ്ടുകൾ ഉണ്ടാവും. ഇനി ഹാലജനുമായിട്ട് ചേർന്നാൽ X2മായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ, ഹാലജൻ എന്ന് പറയുമ്പോൾ ക്ലോറിൻ ആവാം, ബ്രോമിൻ ആവാം, അയഡിൻ ആവാം, ഹാലജനുകളുമായി ചേർന്ന് കഴിഞ്ഞാൽ MX2 ടൈപ്പ് കോമ്പൗണ്ടുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇത്രയും കോമ്പൗണ്ടുകളാണ് നമുക്ക് ഏതിന് വരുന്നത്, എത്രയും റിയാക്ഷൻസ് ആണ്, ബേസിക് ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ് ഏതിന് വരുന്നത്, സെക്കൻഡ് ഗ്രൂപ്പിലെ മെറ്റലുകൾ കാണിക്കുന്ന റിയാക്ഷനുകൾ എന്ന് പറയുന്നത്. ഇനിയുണ്ട് നമ്മൾ ഹൈഡ്രേഷൻ എൻതാൾപ്പിയുടെ ഓർഡർ പറയുകയാണ്. ഹൈഡ്രേഷൻ എൻതാൾപ്പിയുടെ ഓർഡർ പറയുകയാണെങ്കിൽ, ഹൈഡ്രേഷൻ എൻതാൾപ്പി ഞാൻ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു, സൈസ് കൂടുമ്പോൾ ഹൈഡ്രേഷൻ എൻതാൾപ്പി കുറയും. അതായത് ബെർലിയം 2+, മഗ്നീഷ്യം 2+, കാൽഷ്യം 2+, സ്ട്രോൺഷ്യം 2+ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കുറവ് സൈസ് ഉള്ളതിന് ഏറ്റവും കൂടുതൽ ഹൈഡ്രേഷൻ എൻതാൾപ്പി, അതായത് ബെർലിയം 2+ന് ഹൈഡ്രേഷൻ എൻതാൾപ്പി വളരെ കൂടുതലായിരിക്കും. അടുത്തത് നമ്മൾ റെഡ്യൂസിങ് പവർ നോക്കുകയാണെങ്കിൽ, ബെർലിയം, മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഗ്രൂപ്പിൽ മുകളിൽ താഴോട്ട് വരുന്നതോറും ഇലക്ട്രോണുകൾ കളയാനുള്ള കഴിവ് കൂടും. ഇലക്ട്രോണുകൾ കളയാനുള്ള കഴിവ് കൂടിയാൽ റെഡ്യൂസിങ് പവർ കൂടും. സോലിബിലിറ്റി അല്ലെങ്കിൽ തെർമൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ബേസിക് ക്യാരക്ടർ, കുറച്ച് കോമ്പൗണ്ട്സ് തന്നിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറയും. ഹൈഡ്രോക്സൈഡുകളാണ് തരുന്നത്. അതായത് ഇപ്പോൾ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, സ്ട്രോൺഷ്യം ഹൈഡ്രോക്സൈഡ് ഇങ്ങനെ തന്നിട്ട് ഇതിൽ ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ഏതാണ്, തെർമലി സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ ഹൈ ടെമ്പറേച്ചറിൽ വിസ്റ്റാൻഡ് ചെയ്യാൻ കഴിവുള്ള കോമ്പൗണ്ടുകളാണ്. സോലിബിലിറ്റി എങ്ങനെയാണ്, ബേസിക് ക്യാരക്ടർ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതോറും ആ പവർ കൂടി വരികയാണ്. ഇനി കാർബണേറ്റുകളുടെ സോലിബിലിറ്റി ഓഫ് കാർബണേറ്റ്സ് എങ്ങനെയാണെന്ന് ചോദിക്കാം. സോലിബിലിറ്റി ഓഫ് കാർബണേറ്റ്സ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെർലിയം കാർബണേറ്റ്, മഗ്നീഷ്യം കാർബണേറ്റ്, കാൽഷ്യം കാർബണേറ്റ് ഇങ്ങനെ തരികയാണ്. സ്ട്രോൺഷ്യം കാർബണേറ്റ് ഇങ്ങനെ തരികയാണ്. അപ്പൊ സൈസ് കൂടുന്നതിനനുസരിച്ച് സോലിബിലിറ്റി കുറയുന്നു. അത് മാത്രം ഓർത്തു വെച്ചിരിക്കുക, കാർബണേറ്റുകളുടെ സോലിബിലിറ്റി സൈസ് കൂടുന്തോറും കുറയുകയാണ്. ഇനി അയണിക് ക്യാരക്ടർ ഓഫ് കാർബണേറ്റ്. അയണിക് ക്യാരക്ടർ ഓഫ് കാർബണേറ്റ് ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വന്നോറും ഇപ്പൊ ബെർലിയം കാർബണേറ്റ്, മഗ്നീഷ്യം കാർബണേറ്റ്, കാൽഷ്യം കാർബണേറ്റ്, സ്ട്രോൺഷ്യം കാർബണേറ്റ്, ഇത് ഗ്രൂപ്പിൽ മുകളിൽ താഴോട്ട് വരുന്നതോറും അയണിക് ക്യാരക്ടർ കൂടി വരികയാണ്. ഇനി സോലിബിലിറ്റി ഓഫ് സൾഫേറ്റ്, അതായത് BeSO4, MgSO4, CaSO4, SrSO4 ഇങ്ങനെ സൾഫേറ്റുകളുടെ സോലിബിലിറ്റി സൈസ് കൂടുന്നതോറും കുറയുകയാണ്. സൾഫേറ്റുകളുടെ സോലിബിലിറ്റി സൈസ് കൂടുന്നതോറും കുറയുകയാണ്. ഈ കാൽഷ്യത്തിനും സ്ട്രോൺഷ്യം കഴിഞ്ഞ് പിന്നെ അടുത്ത ഏതാ വരുന്നത്, ബേരിയം അല്ലേ. ബേരിയം സൾഫേറ്റിനും കാൽഷ്യം സൾഫേറ്റിനും ഏകദേശം ഒരേ സോലിബിലിറ്റിയാണ്. ബാക്കി ഏറ്റവും കൂടുതൽ സോലിബിലിറ്റി വെള്ളത്തിൽ ഏറ്റവും കൂടുതൽ ലയിക്കുന്ന സാധനം ബെർലിയം സൾഫേറ്റ്, ഏറ്റവും കുറവ് ലയിക്കുന്ന സാധനം ഏതാണ്, സ്ട്രോൺഷ്യം സൾഫേറ്റ്, ബേരിയം സൾഫേറ്റുമാണ്. ഈ കാര്യങ്ങളെല്ലാം ഓർത്തു വെച്ചിരിക്കുക. ഇനി ഇതിന്റെ കോമ്പൗണ്ടുകൾ, കാൽഷ്യം ഓക്സൈഡ് നമ്മൾ വിളിക്കുന്ന പേര് ക്യുക്ക് ലൈം എന്നാണ്. കാൽഷ്യം കാർബണേറ്റ്, മാർബിൾ എന്ന് പറയുന്ന സാധനം. ഇനി കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, സ്ലേക്കഡ് ലൈം അല്ലെങ്കിൽ ലൈം വാട്ടർ എന്നൊക്കെ പറയുന്ന സാധനം. ഇനി
കക്ക, മുട്ടത്തോട്, മാർബിൾ ഇതെല്ലാം കാൽഷ്യം കാർബണേറ്റ് ആണ് കേട്ടോ. കാൽഷ്യം കാർബണേറ്റ് ആണ്. ഇനി CaSO4.2H2O വിളിക്കുന്ന പേര് ജിപ്സം എന്നാണ്. CaSO4.2H2O വിളിക്കുന്ന പേര് ജിപ്സം എന്നാണ്. CaSO4.5H2O വിളിക്കുന്ന പേര്, ഇതിനെ നമ്മൾ കെമിക്കലി വിളിക്കുന്ന പേര് കാൽഷ്യം സൾഫേറ്റ് ഹെമി ഹൈഡ്രേറ്റ് എന്നാണ്. കാൽഷ്യം സൾഫേറ്റ് ഹെമി ഹൈഡ്രേറ്റ് എന്നാണ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് വിളിക്കും. പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് വിളിക്കും. കാൽഷ്യം ഹൈഡ്രോക്സൈഡിലേക്ക്, അതായത് സിലിക്കേഡ് ലൈമിലേക്ക് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കളറ് വെളുത്ത കളറായി ചുണ്ണാമ്പ് നിറമായി മാറും, മിൽക്കി വൈറ്റ് കളറായി മാറും. കാരണം എന്തെന്ന് ചോദിക്കാം. കാൽഷ്യം ഹൈഡ്രോക്സൈഡിലോട്ട് നമ്മൾ ഊതുന്ന സമയത്ത്, എക്സൈൽ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്യുന്ന സമയത്ത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡുമായി പ്രവർത്തിച്ച് കാൽഷ്യം കാർബണേറ്റ് ആയിട്ട് മാറും. അതിലേക്ക് പിന്നെയും നമ്മൾ ഊതുകയാണെങ്കിൽ ആ കാൽഷ്യം കാർബണേറ്റിന്റെ വൈറ്റ് കളർ ഇല്ലാതെ. ഇതാണ് ഈ വൈറ്റ് കളർ ഉണ്ടാകാൻ കാര്യം. മിൽക്കി വൈറ്റ് കളർ ഉണ്ടാകാൻ കാര്യം എന്തുണ്ടാകുന്നത് കൊണ്ടാണ്? കാൽഷ്യം കാർബണേറ്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ സ്ലേക്കഡ് ലൈൻ ചുണ്ണാമ്പുള്ളതിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്യുമ്പോൾ വൈറ്റ് കളർ ഉണ്ടാകാൻ കാര്യം കാൽഷ്യം കാർബണേറ്റ് ഉണ്ടാകുന്നത് കൊണ്ടാണ്. അതിനെ പിന്നെയും നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ കാൽഷ്യം ബൈകാർബണേറ്റ് ആയിട്ട് മാറും. അതിന്റെ ഫലമായിട്ട് ആ വൈറ്റ് കളർ എന്ത് ചെയ്യും? ഇല്ലാതാവുകയും ചെയ്യും. ഇനി കാൽഷ്യം ഓക്സൈഡിലേക്ക് വാട്ടർ പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തോ ഉണ്ടാവും? കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവും. എന്താണ് ബ്ലീച്ചിങ് പൗഡർ? ബ്ലീച്ചിങ് പൗഡർ ഈസ് കെമിക്കലി നോൺ ആസ് കാൽഷ്യം ഓക്സിക്ലോറൈഡ്. ബ്ലീച്ചിങ് പൗഡർ ഈസ് കെമിക്കലി നോൺ ആസ് കാൽഷ്യം ഓക്സിക്ലോറൈഡ് എന്ന് പറയും. കാൽഷ്യം ഓക്സിക്ലോറൈഡ് എന്ന് പറയും. CaOCl2 എന്ന് പറയും. കാൽഷ്യം ഓക്സിക്ലോറൈഡ് അല്ലെങ്കിൽ CaOCl2 എന്ന് പറയും. ബ്ലീച്ചിങ് പൗഡർ ഇസ് കെമിക്കലി നോൺ ആസ് കാൽഷ്യം ഓക്സിക്ലോറൈഡ് CaOCl2. ഇതെങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡിലേക്ക് ക്ലോറിൻ ഗ്യാസ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? CaOCl2 കിട്ടും. അതായത് കാൽഷ്യം ഹൈഡ്രോക്സൈഡിലേക്ക് നമ്മൾ ക്ലോറിൻ ഗ്യാസ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലീച്ചിങ് പൗഡർ നമുക്ക് കാൽഷ്യം ഓക്സിക്ലോറൈഡ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയും. ഇനി കാൽഷ്യം ഓക്സൈഡിലേക്ക് വാട്ടർ ചേർത്ത് കഴിഞ്ഞാൽ എന്തോ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് കിട്ടും. കാൽഷ്യം ഓക്സൈഡിലേക്ക് വാട്ടർ ചേർത്ത് കഴിഞ്ഞാൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് കിട്ടും. കാൽഷ്യം ഓക്സൈഡിനെ നമ്മൾ ക്വിക്ക് ലൈം എന്നാണ് വിളിക്കുന്നത്. കാൽഷ്യം ഹൈഡ്രോക്സൈഡിനെ നമ്മൾ സ്ലേക്കഡ് ലൈം എന്നാണ് വിളിക്കുന്നത്. ഇങ്ങനെ ക്വിക്ക് ലൈമിലേക്ക് വാട്ടർ ആഡ് ചെയ്ത് സ്ലേക്കഡ് ലൈം ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ലേക്കിംഗ് ഓഫ് ലൈം. ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? സ്ലേക്കിംഗ് ഓഫ് ലൈം. പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ലേക്കിംഗ് ഓഫ് ലൈം. ഇനി കാൽഷ്യം കാർബണേറ്റിനെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും. തിരിച്ച് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ചേർത്ത് ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചെന്തും കിട്ടൂടെ? കാൽഷ്യം കാർബണേറ്റും കിട്ടും. കാൽഷ്യം കാർബണേറ്റിലേക്ക് HCl പാസ് ചെയ്ത് കഴിഞ്ഞാൽ കാൽഷ്യം ക്ലോറൈഡും വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും. അതേപോലെ കാൽഷ്യം കാർബണേറ്റിലേക്ക് H2SO4 പാസ് ചെയ്ത് കഴിഞ്ഞാൽ, സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ച് കഴിഞ്ഞാൽ കാൽഷ്യം സൾഫേറ്റും വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസും കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏതിലുള്ളത്? പ്രിപ്പറേഷൻ ആൻഡ് പ്രോപ്പർട്ടീസിൽ വരുന്നത്. എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇത്രയും പോർഷൻസ് ആണ് അവിടെ വരുന്നത്. പിന്നെ വേറെ ഉണ്ട് കേട്ടോ. ബെർലിയം ക്ലോറൈഡിന്റെ സ്ട്രക്ചർ എന്താണ്? ബെർലിയം ക്ലോറൈഡ് വേപ്പർ ഫേസിലാണെങ്കിൽ അതിന് ലീനിയർ സ്ട്രക്ചർ ആണ്. വേപ്പർ ഫേസിലാണെങ്കിൽ അതിന് ലീനിയർ സ്ട്രക്ചർ ആണ്. വേപ്പർ ഫേസിലാണെങ്കിൽ അതിന് ലീനിയർ സ്ട്രക്ചർ ആണുള്ളത്. ഈ ബെർലിയം ക്ലോറൈഡ് സോളിഡ് സ്റ്റേറ്റിലാണെങ്കിൽ ബെർലിയം ക്ലോറൈഡ് മോളിക്യൂളുകൾ അടുത്തടുത്തിരിക്കുകയും അവർ തമ്മിൽ ക്ലോറിൻ വഴി ഒരു ബോണ്ടിൽ ഏർപ്പെടുകയും ചെയ്യും. ഇങ്ങനെ രണ്ട് മോളിക്യൂൾ ചേർന്നിരിക്കുന്ന സ്ട്രക്ചറുകൾ നമ്മൾ വിളിക്കുന്ന പേര് ഡൈമറുകൾ എന്നാണ്. വിളിക്കുന്നത്. അപ്പൊ ബെർലിയം ക്ലോറൈഡ് മോളിക്യൂളുകൾ അടുത്തടുത്തിരുന്ന് കഴിഞ്ഞാൽ, സോളിഡ് സ്റ്റേറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് ക്ലോറിൻ വഴി ബോണ്ടിങ്ങിൽ ഏർപ്പെടുകയും രണ്ട് മോളിക്യൂൾ ചേർന്ന ഒരു ഡൈമർ എന്ന് പറയുന്ന സ്ട്രക്ചർ ആയിരിക്കുകയും ചെയ്യും. ഈ സ്ട്രക്ചറിനെ നമ്മൾ ഡൈമർ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ക്ലോറോ ബ്രിഡ്ജ്ഡ് സ്ട്രക്ചർ എന്നും വിളിക്കാം. ദി സ്ട്രക്ചർ ഈസ് ആൾസോ കാൾഡ് ക്ലോറോ ബ്രിഡ്ജ്ഡ് സ്ട്രക്ചർ. ബെർലിയം ക്ലോറൈഡ് ഉണ്ടാക്കാൻ എന്ത് ചെയ്യാം? ബെർലിയത്തിന് നമ്മൾ ക്ലോറിൻ ഗ്യാസുമായി ഡയറക്റ്റ് ചേർത്ത് ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് ബെർലിയം ക്ലോറൈഡ് കിട്ടും. അല്ലെങ്കിൽ ബെർലിയം ഓക്സൈഡിനെ കാർബണുമായിട്ടും ക്ലോറിനുമായിട്ടും ചേർത്ത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിയും ഓയും കൂടെ ചേർന്ന് CO ആവും, പ്ലസ് BeCl2 കൂടെ ചേർന്ന് എന്തായിട്ട് മാറും? BeCl2 ആയിട്ട് മാറും. അപ്പൊ നോക്കുക, ബെർലിയത്തിനെ ക്ലോറിൻ ഗ്യാസുമായിട്ട് ചേർത്ത് ചൂടാക്കിയാൽ ബെർലിയം ക്ലോറൈഡ് ആവും. ബെർലിയം ഓക്സൈഡിനെ കാർബണുമായിട്ടും ക്ലോറിനുമായിട്ട് ചേർത്ത് ഹീറ്റ് ചെയ്താലും എന്ത് കിട്ടൂടെ? ബെർലിയം ക്ലോറൈഡ് നമുക്ക് കിട്ടുന്നതാണ്.
അപ്പൊ എസ് ബ്ലോക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ അവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ഇനിയും ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് വരികയാണ്. കാൽഷ്യം വാലൻസി എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കാം. വാലൻസി എന്ന് പറയുന്ന ടോപ്പിക്ക് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റിന്റെ വാലൻസി എന്ന് പറയുന്നത് 1 സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റിന്റെ വാലൻസി 2 13ാമത്തെ ഗ്രൂപ്പിന്റെ വാലൻസി എന്ന് പറയുന്നത് 3 14ാമത്തെ ഗ്രൂപ്പിന്റെ വാലൻസി 4 15ാമത്തെ ഗ്രൂപ്പിന്റെ വാലൻസി 2 16ാമത്തെ ഗ്രൂപ്പിന്റെ വാലൻസി 15ന്റേത് 3 16ന്റേത് 2 17ന്റെ വാലൻസി 1. വാലൻസി എന്ന് വെച്ചാൽ എന്താണ്? ഒരു റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ കളയുകയോ വാങ്ങിക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമാണ് എന്തെന്ന് പറയുന്നത് വാലൻസി എന്ന് പറയുന്നത്. ഇനി നമുക്ക് 100ന് മുകളിൽ അറ്റോമിക് നമ്പർ ഉള്ള എലമെന്റുകളുടെ പേരിടാനൊക്കെ ചോദിക്കാം കേട്ടോ. 0 അതിന് നമ്മൾ ഒരു IUPAC സിസ്റ്റം ഉണ്ട്. ഒരു IUPAC സിസ്റ്റം ഉണ്ട്. 0 ആണ് വരുന്നതെങ്കിൽ നമ്മൾ നിൽ എന്ന് ചേർക്കണം. 1 ആണ് വരുന്നതെങ്കിൽ നമ്മൾ അൺ എന്ന് ചേർക്കണം. 2 ആണ് വരുന്നതെങ്കിൽ നമ്മൾ ബൈ എന്ന് ചേർക്കണം. 3 ആണ് വരുന്നതെങ്കിൽ നമ്മൾ ട്രൈ എന്ന് ചേർക്കണം. 4 ആണ് വരുന്നതെങ്കിൽ നമ്മൾ ക്വാഡ് എന്ന് ചേർക്കണം. 5 ആണ് വരുന്നതെങ്കിൽ നമ്മൾ പെന്റ് എന്ന് ചേർക്കണം. 6 ആണ് വരുന്നതെങ്കിൽ നമ്മൾ ഹെക്സ് എന്ന് ചേർക്കണം. 7 ആണ് വരുന്നതെങ്കിൽ നമ്മൾ സെപ്റ്റ് എന്ന് ചേർക്കണം. 8 ആണ് വരുന്നതെങ്കിൽ ഒക്ട് എന്ന് ചേർക്കണം. 9 ആണ് വരുന്നതെങ്കിൽ എൻ എന്ന് ചേർക്കണം. അതായത് ഒന്നും മനസ്സിലായില്ലല്ലോ. എലമെന്റുകളുടെ ഒരു 110 എന്ന് പറയുന്ന എലമെന്റിന്റെ അറ്റോമിക് നമ്പർ തന്നിരിക്കുകയാണ്. എന്നിട്ട് പറയാണ് നിങ്ങൾ അതിന്റെ IUPAC നെയിം എഴുതാൻ പറയുന്നത്. അപ്പോൾ 110 അല്ലേ 110 എന്ന് പറയുന്നത്. അപ്പോ 1ന് പകരം നമ്മൾ അൺ എഴുതണം. അൺ. അടുത്തത് 1 തന്നെ. അപ്പൊ അതിനും പകരം അൺ എന്ന് എഴുതും. പിന്നെ 0ക്ക് പകരം നിൽ എന്ന് എഴുതും. എന്നിട്ട് IUM. അപ്പൊ പേരെന്തായി? അൺനിലിയം. ഷോർട്ട് ഫോം എഴുതുമ്പോൾ അൺനിലിയം. എല്ലാത്തിന്റെ ആദ്യത്തെ അക്ഷരം. അപ്പൊ 112 എന്ന് പറയുന്ന എലമെന്റ് അറ്റോമിക് നമ്പർ ഉള്ള എലമെന്റിന്റെ പേരെന്ത്? 112 എന്ന് പറയുന്ന അറ്റോമിക് നമ്പർ ഉള്ള എലമെന്റിന്റെ പേരെന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺ 1. അടുത്ത 1 വരുമ്പോൾ അൺ. പിന്നെ 2 വരുമ്പോൾ BM. BM. 118 എന്ന് പറയുന്ന അറ്റോമിക് നമ്പർ വരുന്ന എലമെന്റിന്റെ പേരെന്ത്? അൺ 8 വരുമ്പോ എന്താ പേര് കൊടുക്കുന്നത്? ഒക്ട്. ഒക്ടിയം. ഇതാണ് 100ൽ കൂടുതൽ അറ്റോമിക് നമ്പർ വരുന്ന എലമെന്റുകളുടെ പേരിടാനുള്ള രീതി എന്ന് പറയുന്നത്. 100ൽ കൂടുതൽ അറ്റോമിക് നമ്പർ വരുന്ന എലമെന്റുകളുടെ പേരിടുന്ന രീതിയാണ് ഞാനിപ്പോ പറഞ്ഞത്. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി അപ്പോ എസ് ബ്ലോക്ക് എലമെന്റ്, ഡി ബ്ലോക്ക് എലമെന്റ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഇനി കുറെ പീരിയോഡിക് പ്രോപ്പർട്ടീസ് ഉണ്ട്. പീരിയോഡിക് പ്രോപ്പർട്ടീസ് കുറെ അധികം പറയാനുണ്ട്. അതായത് ഇപ്പോ അയണൈസേഷൻ എനർജി. ഒരു ആറ്റത്തിന്റെ അവസാനത്തെ ഷെല്ലിൽ നിന്നും ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന എനർജിയാണ് അയണൈസേഷൻ എനർജി എന്ന് വിളിക്കുന്നത്. അയണൈസേഷൻ എനർജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സൈസ് എന്ന് പറയാം. സൈസ് കൂടുമ്പോൾ അയണൈസേഷൻ എനർജി കുറയും. അയണൈസേഷൻ എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ന്യൂക്ലിയർ ചാർജ് എന്ന് പറയാം. അയണൈസേഷൻ എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയാം. അയണൈസേഷൻ എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഹാഫ് ഫിൽഡ് ഓർ ഫുള്ളി ഫിൽഡ് ഓർബിറ്റൽസ് എന്ന് പറയാം. ഹാഫ് ഫിൽഡ് ഓർ ഫുള്ളി ഫിൽഡ് ഓർബിറ്റൽസ് എന്ന് പറയാം. ഫുള്ളി ഫിൽഡ് ഓർബിറ്റൽസ് എന്ന് പറയും. ഓർക്കുക, അയണൈസേഷൻ എനർജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സൈസ്. അയണൈസേഷൻ എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ന്യൂക്ലിയർ ചാർജ്. അയണൈസേഷൻ എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രോനെഗറ്റിവിറ്റി. അയണൈസേഷൻ എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഹാഫ് ഫിൽഡ് ഓർ ഫുള്ളി ഫിൽഡ് ഓർബിറ്റൽസ്. അയണൈസേഷൻ എനർജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഷീൽഡിംഗ് എഫക്ട്. അപ്പോൾ എന്താണ് ഷീൽഡിംഗ് എഫക്ട് എന്നുള്ളൊരു ചോദ്യം വരും. എന്താണ് ഷീൽഡിംഗ് എഫക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ന്യൂക്ലിയസ് വലിയ വലിയ ആറ്റങ്ങളാകുമ്പോൾ ഒരുപാട് ഇലക്ട്രോണുകൾ കാണും. അപ്പൊ ന്യൂക്ലിയസ് നടുക്കിരിക്കുകയാണ്, കുറേ അധികം ഇലക്ട്രോൺസ് ഉണ്ട്. കണ്ടോ, കുറേ അധികം ഇലക്ട്രോൺസ് ഉണ്ട്. ഏറ്റവും അവസാനത്തെ ഇലക്ട്രോൺ ന്യൂക്ലിയസ് നമ്മളുടെ ആകർഷണ ബലം കുറവായിരിക്കും. കാരണം ഈ ഇടയ്ക്ക് ഇത്രേ ഇലക്ട്രോൺസ് ഇരിക്കുന്നുണ്ട്. ന്യൂക്ലിയസിനും ഇലക്ട്രോണിനും ഇടയ്ക്ക് ഒരു മറ കളക്ക്, ഒരു ബാരിയർ കളക്ക് ഇത്രേ ഇലക്ട്രോൺസ് ഇരിക്കും. ആ ഒരു ഫിനോമിനോണിനെയാണ് നമ്മൾ ഷീൽഡിംഗ് എഫക്ട് അല്ലെങ്കിൽ പെനട്രേഷൻ എഫക്ട് അല്ലെങ്കിൽ സ്ക്രീനിങ് എഫക്ട് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഷീൽഡിംഗ് എഫക്ട്, പെനട്രേഷൻ എഫക്ട് അല്ലെങ്കിൽ സ്ക്രീനിങ് എഫക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വലിയ ആറ്റങ്ങളിൽ ന്യൂക്ലിയസ് ലാസ്റ്റത്തെ ഷെല്ലിലെ ഇലക്ട്രോൺ നമ്മൾ അട്രാക്ഷൻ വളരെ കുറവായിരിക്കും. ആ ഒരു ഫിനോമിനോണെയാണ് നമ്മൾ ഷീൽഡിംഗ് എഫക്ട് അല്ലെങ്കിൽ പെനട്രേഷൻ എഫക്ട് അല്ലെങ്കിൽ സ്ക്രീനിങ് എഫക്ട് എന്നൊക്കെ വിളിക്കുന്നത്. ഇനി ഈ സൈസ് കൂടുമ്പം ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടും. സൈസ് കൂടുമ്പം ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടും. സൈസ് കൂടുമ്പം ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയും. സൈസ് കൂടുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയും. സൈസ് കൂടുമ്പോൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കുറയും. സൈസ് കൂടുമ്പോൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കുറയും. ഇത്ര ഓർത്ത് വെച്ചിരിക്കുക. ഇലക്ട്രോ പോസിറ്റിവിറ്റിയുടെ മറ്റൊരു പേരാണ് മെറ്റാലിക് ക്യാരക്ടർ. മെറ്റാലിക് ക്യാരക്ടർ. ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ മറ്റൊരു പേരാണ് നോൺ മെറ്റാലിക് ക്യാരക്ടർ. ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ മറ്റൊരു പേരാണ് നോൺ മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറയും. സൈസ് കൂടുമ്പോൾ ഇലക്ട്രോ പോസിറ്റിവിറ്റി അല്ലെങ്കിൽ മെറ്റാലിക് ക്യാരക്ടർ കൂടും. സൈസ് കൂടുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി അല്ലെങ്കിൽ നോൺ മെറ്റാലിക് ക്യാരക്ടർ കുറയും. സൈസ് കൂടുമ്പോൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കുറയും.
ഇനി എന്താണ് ഇലക്ട്രോപോസിറ്റിവിറ്റി എന്ന് വെച്ചാൽ ഒരു ആറ്റത്തിന് ഇലക്ട്രോണിനെ കളയാനുള്ള കഴിവിനെയാണ് നമ്മൾ ഇലക്ട്രോപോസിറ്റിവിറ്റി എന്ന് വിളിക്കുന്നത്. ഒരു ആറ്റത്തിന് ഇലക്ട്രോൺ വാങ്ങിച്ച് നെഗറ്റീവ് ആയി മാറാനുള്ള കഴിവിനെയാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് വിളിക്കുന്നത്. ഇലക്ട്രോൺ ഗെയിൻ എന്താൾപ്പി എന്ന് വെച്ചാൽ എന്താണ്? ഒരു ആറ്റം ഇലക്ട്രോൺ വാങ്ങിക്കുമ്പോൾ കളയുകയോ വാങ്ങിക്കുകയോ ചെയ്യുന്ന എനർജിയാണ് ഇലക്ട്രോൺ ഗെയിൻ എന്താൾപ്പി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ആറ്റത്തിന്റെ റേഡിയസ് പറയുന്നത് പൈക്കോമീറ്ററിലും ആംസ്ട്രോങ്ങിലും ഒക്കെയാണ് പറയുന്നത്. ആറ്റത്തിന്റെ റേഡിയസ് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് കോവാലന്റ് റേഡിയസ്. കോവാലന്റ് റേഡിയസ്, മെറ്റാലിക് റേഡിയസ്, വാണ്ടർവാൾ റേഡിയസ്, 3 വാക്കുകൾ ഉപയോഗിച്ച് ആറ്റത്തിന്റെ റേഡിയസ് നമുക്ക് പറയാൻ പറ്റും. വാണ്ടർവാൾ റേഡിയസ്, കോവാലന്റ് റേഡിയസ്, മെറ്റാലിക് റേഡിയസ്. എന്താ കോവാലന്റ് റേഡിയസ് എന്ന് വെച്ചാൽ കോവാലന്റ് ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടിരിക്കുന്ന 2 ആറ്റങ്ങളുടെ സെന്ററുകൾ തമ്മിലുള്ള ദൂരത്തിന്റെ പകുതിയാണ് ഒരു ആറ്റത്തിന്റെ റേഡിയസ്, അല്ലേ? അപ്പൊ കോവാലന്റ് ബോണ്ടിങ് 2 ആറ്റം, ഇപ്പൊ ക്ലോറിനും ക്ലോറിനോട് ചേർന്ന് Cl2 ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ആറ്റത്തിന്റെ സെന്റർ മുതൽ അടുത്ത ആറ്റത്തിന്റെ സെന്റർ വരെയുള്ള ദൂരം എടുത്തിട്ട് അതിന്റെ പകുതി എടുക്കണം, അതല്ലേ ഒരു ആറ്റത്തിന്റെ റേഡിയസ്. ഇപ്പൊ കോവാലന്റ് ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ആറ്റത്തിന്റെ റേഡിയസ് എന്ന് പറയുന്നതാണ് കോവാലന്റ് റേഡിയസ്. അതായത് കോവാലന്റ് ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടിരിക്കുന്ന ആറ്റങ്ങളുടെ സെന്ററുകളുടെ ദൂരം എടുത്തിട്ട് അതിന്റെ പകുതി എടുക്കുമ്പോൾ ഒരു ആറ്റത്തിന്റെ റേഡിയസ് കിട്ടും. അതാണ് കോവാലന്റ് റേഡിയസ് എന്ന് പറയുന്നത്. സാധാരണ ആറ്റങ്ങളുടെ റേഡിയസ് ആയിട്ട് പറയുന്നതെല്ലാം നമ്മൾ എന്താ പറയുന്നത്? കോവാലന്റ് റേഡിയസ് ആ പറയുന്നത്. ഇനി 2 മെറ്റലുകളാണ് ചേർന്നിരിക്കുന്നതെങ്കിൽ അവയുടെ സെന്ററുകൾ തമ്മിലുള്ള ദൂരത്തിന്റെ പകുതിയാണ് എന്തെന്ന് പറയുന്നത് ഒരു മെറ്റലിന്റെ റേഡിയസ് എന്ന് പറയുന്നത്. അതായിരിക്കും മെറ്റാലിക് റേഡിയസ്. ഇനി 2 മോളിക്യൂളുകൾ അടുത്തടുത്തിരിക്കുന്നു. 2 മോളിക്യൂളുകൾ, ഇതാ ഇവിടെ ഒരു മോളിക്യൂൾ, ഇതൊരു മോളിക്യൂളാണ്. 2 ആറ്റങ്ങൾ ചേർന്നാണ് ഒരു മോളിക്യൂൾ. ഇത് അടുത്തൊരു മോളിക്യൂൾ. ഈ മോളിക്യൂളുകളുടെ അടുത്തടുത്ത ആറ്റങ്ങളുടെ സെന്ററുകൾ തമ്മിലുള്ള ദൂരം എടുക്കുക, അതിന്റെ പകുതി എടുക്കുക. അതായത് 2 മോളിക്യൂളുകളിലെ ഇതൊരു മോളിക്യൂളാണ്, ഇത് വേറൊരു മോളിക്യൂളാണ്. അപ്പൊ ഇതൊരു മോളിക്യൂൾ, ഇത് വേറൊരു മോളിക്യൂൾ. മോളിക്യൂളിലെ സെന്ററുകൾ തമ്മിലുള്ള ദൂരത്തിന്റെ പകുതിയാണ് എന്തെന്ന് പറയുന്നത് വാണ്ടർവാൾ റേഡിയസ് എന്ന് പറയുന്നത്. ഇനി ഇലക്ട്രോ നെഗറ്റിവിറ്റി, ഈ കോവാലന്റ് റേഡിയസ്, മെറ്റാലിക് റേഡിയസ്, വാണ്ടർവാൾ റേഡിയസ് അല്ലെ ഏറ്റവും കൂടുതൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാണ്ടർവാൾ റേഡിയസ് ആണ് ഏറ്റവും കൂടുതൽ. കാരണം മോളിക്യൂളുകളിലെ ആറ്റങ്ങളുടെ അടുത്തുള്ള ദൂരമാണ്. ഈ ആറ്റം എന്ന് പറയുമ്പോൾ ഇത്ര അടുത്താവാം, അല്ലെങ്കിൽ ഒരു മോളിക്യൂൾ ഇവിടെ, ഒരു മോളിക്യൂൾ ഇവിടെ ഇരിക്കാം. അപ്പൊ വാണ്ടർവാൾ റേഡിയസ് എന്ന് പറയുമ്പോൾ ഇത് ഇത്രയും ദൂരം എടുത്തിട്ട് അതിന്റെ പകുതി എടുക്കണം. അതാണ് വാണ്ടർവാൾ റേഡിയസ്. അപ്പൊ വാണ്ടർവാൾ റേഡിയസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്, വാണ്ടർവാൾ റേഡിയസ് ആണ്. ഇനി 2 എലമെന്റുകളുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു ആറ്റത്തിന്റെ ഇലക്ട്രോണുകളെ പിടിച്ചു വലിക്കാനുള്ള കഴിവിനെയാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ 2 ആറ്റങ്ങൾ, ഒരു ആറ്റത്തിന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി വാല്യൂ എക്സും മറ്റൊരു ആറ്റത്തിന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി വാല്യൂ വൈയും ആയാൽ എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് എപ്പോഴാണോ 1.7 കൂടുന്നത്, അതായത് ഒരു മോളിക്യൂളിനകത്ത് 2 ആറ്റങ്ങളുണ്ട്, ആ 2 ആറ്റങ്ങളുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് 1.7 കൂടുതലാണെങ്കിൽ ആ മോളിക്യൂൾ അയണിക് സ്വഭാവം കാണിക്കുന്നതായിരിക്കും. ഒരു മോളിക്യൂളില് 2 ആറ്റങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട്, എക്സും വൈയും ഉണ്ട്. ആ എക്സും വൈയും നമ്മൾ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് 1.7 കുറവാണെങ്കിൽ അത് ഏത് ക്യാരക്ടർ കാണിക്കുന്നതായിരിക്കും? കോവാലന്റ് സ്വഭാവം കാണിക്കുന്നതായിരിക്കും. ഇനി 1.7 ആണ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ്. 2 ആറ്റങ്ങളുടെ, ഒരു മോളിക്യൂളിലുള്ള 2 ആറ്റങ്ങളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് എപ്പോഴാണ് 1.7 വരുന്നത്? സോ അത് 50% ആ മോളിക്യൂൾ കോവാലന്റ് ക്യാരക്ടർ കാണിക്കും, 50% എന്ത് ക്യാരക്ടർ കാണിക്കും? അയണിക് ക്യാരക്ടറും കാണിക്കും. ക്ലിയർ ആണ്. വാണ്ടർവാൾ റേഡിയസിനെ വിളിക്കുന്ന മറ്റൊരു പേര് ഓർത്തോളുക. വാണ്ടർവാൾ റേഡിയസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കൊളിഷൻ റേഡിയസ്. വാണ്ടർവാൾ റേഡിയസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കൊളിഷൻ റേഡിയസ് എന്ന് പറയുന്നത്. ഇനി ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ഉണ്ട്. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറയുന്നത് ഒരേ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ള ആൾക്കാരാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറയുന്നത്. ഇപ്പോ O2 മൈനസ്, F മൈനസ്, Ne, Na പ്ലസ്, Mg2 ഇങ്ങനെ പറയാണ്. ഇതിലെല്ലാം 10 ഇലക്ട്രോൺ ആണ് ഉള്ളത്. O2 മൈനസിൽ 10 ഇലക്ട്രോൺ ഉണ്ട്, F മൈനസിൽ 10 ഇലക്ട്രോൺ ഉണ്ട്, Ne 10 ഇലക്ട്രോൺ ഉണ്ട്, Na പ്ലസിൽ 10 ഇലക്ട്രോൺ ഉണ്ട്, Mg2 10 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ ഇതിലെല്ലാം 10 ഇലക്ട്രോണുകളാണുള്ളത്. സോ 10 ഇലക്ട്രോണുള്ള എല്ലാ ആൾക്കാരും നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്നാണ്. ഈ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ദ സ്പീഷീസ് വിച്ച് കണ്ടെയ്ൻ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയും. ഇവയ്ക്ക് മൈനസ് സൈസ് വ്യത്യാസമായിരിക്കും കേട്ടോ. ഇപ്പൊ ഇലക്ട്രോണിന്റെ എണ്ണം സെയിം ആണെങ്കിലും സൈസ് വ്യത്യാസമായിരിക്കും. സൈസിന്റെ ഓർഡറിൽ എഴുതാൻ ചിലപ്പോൾ ചോദിക്കാം. സൈസിന്റെ ഓർഡറിൽ എഴുതാൻ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ മൈനസിന്റെ കൂടെ വലിയ നമ്പർ ഉള്ളതിന് ഏറ്റവും വലിയ സൈസ്. അപ്പൊ അതായത് -1ന്റെ കൂടെ 2 ഉണ്ട്, ഇവിടെ -1ന്റെ കൂടെ 1 ഉള്ളൂ. എപ്പോഴും മൈനസ് ഉള്ളതിനാണ് വലിയ സൈസ്. മൈനസിന്റെ കൂടെ വലിയ നമ്പർ ഉള്ളതിന് വലിയ സൈസ്, അതിനേക്കാളും ചെറിയ സൈസ് F മൈനസിനായിരിക്കും. പിന്നെ ചാർജ് ഇല്ലാത്തത്, പിന്നെ ഒരു പോസിറ്റീവ് ഉള്ളത്, ഒരു 2 പോസിറ്റീവ് ഉള്ളത്. അതായത് പോസിറ്റീവിന്റെ കൂടെ വലിയ നമ്പർ ഉള്ളതിന് ഏറ്റവും ചെറിയ സൈസ് ആയിരിക്കും, നെഗറ്റീവിന്റെ കൂടെ വലിയ നമ്പർ ഉള്ളതിന് ഏറ്റവും വലിയ സൈസ് ആയിരിക്കും. ഇപ്പോ ഇങ്ങനെ പറയാണ് A3 മൈനസ്, A2 മൈനസ്, A മൈനസ്, A പ്ലസ്, A2 പ്ലസ്, A3 പ്ലസ്, ഇതെല്ലാം
ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണെന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ സൈസ് A3- ഏറ്റവും ചെറിയ സൈസ് ഏതിനുമായിരിക്കും A3+. ക്ലിയർ ആണ്. ഇവിടെ മൈനസിന്റെ കൂടെ വലിയ നമ്പർ ഉള്ളതിന് ഏറ്റവും വലിയ സൈസും പ്ലസിന്റെ കൂടെ വലിയ നമ്പർ ഉള്ളതിന് ഏറ്റവും ചെറിയ സൈസും ആയിരിക്കും. ഇതാണ് എന്തെന്ന് പറയുന്നത് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ഡയഗണൽ റിലേഷൻഷിപ്പ് ഓർത്ത് വെച്ചിരിക്കുക. ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ലിഥിയം സോഡിയം പൊട്ടാസ്യം ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ് ബെർലിയം മഗ്നീഷ്യം കാൽഷ്യം 13 ഇത് ഫസ്റ്റ് ഗ്രൂപ്പ്, ഇത് സെക്കൻഡ് ഗ്രൂപ്പ്. 13ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ് പറയുമ്പോൾ ബോറോൺ അലുമിനിയം ഗാലിയം. 14ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ് പറയുമ്പോൾ കാർബൺ സിലിക്കൺ ജെർമേനിയം. 15ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ് പറയുമ്പോൾ നൈട്രജൻ ഫോസ്ഫറസ് ആഴ്സനിക്. നോക്കിയേ, ഫസ്റ്റ് ഗ്രൂപ്പിലെ ലിഥിയവും സെക്കൻഡ് ഗ്രൂപ്പിലെ മഗ്നീഷ്യവും ഡയഗണൽ ആയിട്ട് സ്വഭാവത്തിൽ സിമിലാരിറ്റീസ് കാണിക്കും. അതായത് ഫസ്റ്റ് ഗ്രൂപ്പിലെ ലിഥിയത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും സ്വഭാവം ഒരുപോലെ ആയിരിക്കും. സെക്കൻഡ് ഗ്രൂപ്പിലെ ബെർലിയത്തിന്റെയും 13ാമത്തെ ഗ്രൂപ്പിലെ അലുമിനിയത്തിന്റെ സ്വഭാവം ഒരുപോലെ ആയിരിക്കും. 13ാമത്തെ ഗ്രൂപ്പിലെ ബോറോണിന്റെയും 14ാമത്തെ ഗ്രൂപ്പിലെ സിലിക്കണിന്റെയും സ്വഭാവം ഒരുപോലെ ആയിരിക്കും. 14ാമത്തെ ഗ്രൂപ്പിലെ കാർബണിന്റെയും 15ാമത്തെ ഗ്രൂപ്പിലെ ഫോസ്ഫറസിന്റെയും സ്വഭാവം ഒരേപോലെ ആയിരിക്കും. അതായത് ഡയഗണൽ ആയിട്ടുള്ള എലമെന്റുകൾ സ്വഭാവത്തിൽ സിമിലാരിറ്റീസ് കാണിക്കും. ആ റിലേഷൻഷിപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയഗണൽ റിലേഷൻഷിപ്പ്. ഓർത്തോളുക, എന്താണ് ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് ഓർത്തോളുക. ലിഥിയം മഗ്നീഷ്യവുമായി സിമിലാരിറ്റി കാണിക്കും. അപ്പൊ ലിഥിയം ഈസ് ഇൻ ഡയഗണൽ റിലേഷൻഷിപ്പ് വിത്ത് മഗ്നീഷ്യം, ബെർലിയം ഈസ് ഇൻ ഡയഗണൽ റിലേഷൻഷിപ്പ് വിത്ത് അലുമിനിയം, ബോറോൺ ഈസ് ഇൻ ഡയഗണൽ റിലേഷൻഷിപ്പ് വിത്ത് സിലിക്കൺ, കാർബൺ ഈസ് ഇൻ ഡയഗണൽ റിലേഷൻഷിപ്പ് വിത്ത് ഫോസ്ഫറസ്. ഇങ്ങനെ നമുക്ക് പറഞ്ഞു പോകാനായിട്ട് സാധിക്കും. അപ്പൊ ഒരുവിധമുള്ള ടെക്സ്റ്റിലുള്ള പോയിന്റുകൾ മുഴുവനായിട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. കുറെ അഡീഷണൽ പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ശരി.